നമസ്കാരം. സമരത്തീച്ചൂളയിലാണ് രാജ്യം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ഓരോ ദിവസവും പടരുന്നു. നാളെ രാജ്യവ്യാപക സമരത്തിനാണ് ആഹ്വാനം. വിദ്യാർത്ഥികളുടെ ക്ഷേമവും ഭാവിയുമാണ് പ്രധാനമെന്നും ചോദ്യചോർച്ച കേസുകൾക്കായി അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു രാവിലെ. പക്ഷേ സമരത്തെ തണുപ്പിക്കാൻ അത് പര്യാപ്തമായില്ല. നിഷ്പക്ഷ വേദിയിൽ ചർച്ച വേണമെന്ന സമരക്കാരുടെ നിലപാടിന് മുമ്പിൽ സർക്കാർ കീഴടങ്ങി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാകുമോ എന്നുള്ളതാണ് ആകാംക്ഷ. നമ്മൾ ഈ സംസാരിക്കുന്ന മണിക്കൂറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എംപിമാർ ഇപ്പോൾ രാജ്ഘട്ടിലേക്ക്, ഗാന്ധി സ്മൃതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി ഡൽഹിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബസന്ത്, എന്താണ് പ്രതിപക്ഷ എംപിമാരുടെ പദ്ധതി? ഗാന്ധി സ്മൃതിയിൽ അവർ ഇന്ന് ധർണ ഇരിക്കുമോ? അഭിലാഷ്, ഗാന്ധിജി വെടിയേറ്റ് വീണ ഗാന്ധി സ്മൃതിയിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാർ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്നും മാർച്ച് നടത്തുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് എംപിമാർ നടത്തിയ മാർച്ച്, അതിനുശേഷമാണ് ഇപ്പോൾ പ്രതിപക്ഷ ഒരു ഐക്യം ഒന്നിച്ച് എല്ലാ എംപിമാരും ചേർന്ന് തന്നെ ഇക്കാര്യത്തിൽ സമരത്തിലേക്ക് വരണം എന്നുള്ളൊരു ആവശ്യം കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിൽ ഉയർന്നിരുന്നു. കോൺഗ്രസ് ഒറ്റയ്ക്ക് സമരം നടത്തിയത് ശരിയായില്ല എന്നുള്ള പരാതികളും ഉയർന്നു. ഇതിൻ്റെ ഒരു സാഹചര്യത്തിൽ അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇനി ഒരു ആവർത്തിക്കില്ല, ഇത് വളരെ ശ്രദ്ധയോടുകൂടിയേ ഇനി കൈകാര്യം ചെയ്യുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് 6 മണിക്ക് പ്രതിപക്ഷ എംപിമാരുടെ യോഗം രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ചേരുകയും ഗാന്ധി സ്മൃതിയിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തത്. അവിടെ ധർണ ഇരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും രാജ്ഘട്ടിലേക്ക് മാർച്ച് നടത്തുമെന്നുള്ളൊരു പ്രതീതി ആദ്യം ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അത് ഗാന്ധി സ്മൃതിയിലേക്ക് മാറ്റുകയായിരുന്നു. രാജ്ഘട്ടിലേക്ക് പ്രകടനം നടത്താനും ഇന്ത്യ ഗേറ്റിൽ നിന്ന് മാർച്ച് ചെയ്യാനുമുള്ള പ്രതിപക്ഷ എംപിമാരുടെ ആവശ്യത്തിന് ഡൽഹി പോലീസ് അനുമതി നൽകാത്തൊരു സാഹചര്യം വന്നൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തൊട്ടടുത്തുള്ള 30 ജനുവരി മാർഗിലുള്ള ഗാന്ധി സ്മൃതിയിലേക്ക് മാർച്ച് നടത്തുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു യോജിച്ച ഒരു സമരം പാർലമെൻറ്റിന് പുറത്ത് ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് നീങ്ങുന്നത്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങിയ സമരം അത് വലിയൊരു രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. ആരുടെയും നേതൃത്വമില്ലാതെ തന്നെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം, യുവാക്കൾ ഒന്നടങ്കം തന്നെ രാജ്യത്താകമാനം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയും ഈ ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലും വളരെ ശക്തമായ നിലപാടെടുത്തൊരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഇപ്പോൾ ആ സമരം ഏറ്റെടുക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. അതായത് CJP തുടങ്ങി വെച്ച സമരം ഇപ്പോൾ പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നു രാജ്യത്തെ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നടത്തിയ സമരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സമരത്തിന് ഇപ്പോൾ ഒന്നിച്ചു നിൽക്കുന്നത്. അഭിലാഷ്, തീർച്ചയായിട്ടും 30 ജനുവരി മാർഗിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഞങ്ങളും. പ്രേക്ഷകർക്ക് അത് സംഭവിക്കുന്നതിന്റെ മുറയ്ക്ക് തത്സമയം തന്നെ കാണാം. ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. നമ്മൾ ഈ രാത്രി ചർച്ചാ വിഷയത്തിലേക്കും കടക്കുകയാണ്. എന്നോടൊപ്പം ശ്രീ അജിത് കൃഷ്ണ CJPയെ പ്രതിനിധീകരിച്ച്, ശ്രീ VS ജിതിൻ ദേവ് BJP, ശ്രീ M ശിവപ്രസാദ് SFI, ശ്രീ അലോഷ്യസ് സേവ്യർ KSU, ശ്രീ പ്രമോദ് പുഴങ്കര അഭിഭാഷകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം തത്സമയം ഡൽഹിയിൽ 30 ജനുവരി മാർഗിലേക്ക് ഈ പ്രതിപക്ഷ എംപിമാരുടെ സംഘം എത്തിച്ചേരുന്നത് മുതൽ അവിടെ നിന്ന് തത്സമയം അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പ്രേക്ഷകർക്ക് സ്ക്രീനിൽ തത്സമയം കാണുകയും ചെയ്യാം. ആദ്യം ശ്രീ ജിതിൻ ദേവ്, ഈ സമരത്തെ സാധാരണ സമരങ്ങളെ നേരിടുന്നത് പോലെ നേരിടാം എന്ന് വിചാരിക്കുന്നുണ്ടോ? രാജ്യത്തിന്റെ മനസാക്ഷി കുട്ടികൾക്കൊപ്പമുണ്ട്. ഇതേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തകരോ നിങ്ങൾക്കെതിരെയുള്ള പ്രത്യയശാസ്ത്രം പേറുന്നവരോ ഒന്നുമല്ല. BJPക്ക് വോട്ട് ചെയ്യുന്നവരും ചെയ്തവരും ഒക്കെയായ ആളുകളുടെ മക്കൾ, കുടുംബക്കാർ, അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ജെനുവിനാണ്. ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, 20-ാം തീയതിയുടെ സമരത്തെ അടിച്ചമർത്തുകയും ചെയ്തു. ഒരു ഊരാക്കുടുക്കിലേക്ക്, അഴിക്കാൻ കഴിയാത്ത പ്രശ്നത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞോ ഇതിനോടകം? ഒന്നുമില്ല അഭിലാഷ്. BJP സമരത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന വാദം തെറ്റാണ്. BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇവരുമായി ചർച്ചയ്ക്ക് തയ്യാറായത് അംഗം കണ്ടതാണ്. ശ്രീ JP നഡ്ഡയെ ആ പ്രസ്ഥാനത്തിൻ്റെ CJPയുടെ പ്രതിനിധികൾ കാണുകയും ചെയ്തു. അവർ ചില ആവശ്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പാകെ വെച്ചു. അതൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സ്വാഭാവികമായിട്ടും അവർക്ക് അതിനകത്ത് തൃപ്തി ഉണ്ടായില്ല. തുടർന്ന് അവർ വീണ്ടും സമരം തുടർന്നു. ഇപ്പോഴും കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്. പാർലമെൻറ്റിൽ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പല അവസരത്തിലായിട്ട്. പക്ഷേ ഈ ചർച്ച നടക്കരുതെന്നും
ഈ സമരം നീണ്ടുപോകണമെന്നുള്ളതും കുറേ ആൾക്കാരുടെ അജണ്ട മാത്രമാണ്. ഞങ്ങൾ ആരും നീറ്റിലെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ക്രമക്കേടുകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലീക്കേജിനെ ന്യായീകരിക്കാനോ ആരും തയ്യാറാകുന്നില്ല. ഒരിക്കലും നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്. അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ സാഹചര്യം നാം മനസ്സിലാക്കിയാൽ, അത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്ത് വരുന്നതിന് മുമ്പിലുള്ള സാഹചര്യം കൂടി നാം പരിശോധിക്കാൻ തയ്യാറായാൽ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോരുന്നുള്ളത് കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ കാണിക്കുന്ന പേപ്പറിൽ 2004-14 കാലഘട്ടത്തിൽ UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ ചോർന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കുന്നത്. ഞാൻ എല്ലാം വായിക്കാൻ അങ്ങയുടെ സമയം മെനക്കെടുത്തുന്നില്ല. ധാരാളം പ്രശ്നങ്ങളുണ്ട്. ശ്രീമതി പ്രിയങ്ക ഗാന്ധി തന്നെ 2024 വ്യക്തമാക്കിയിട്ടുണ്ട്, ഇത് രാജസ്ഥാൻ റീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച സമയത്ത് ഇത് ഒരു വിഷയമല്ല, രാജസ്ഥാനിലെ മാത്രം വിഷയമല്ല, ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു വലിയ സമസ്യയാണെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നോക്കൂ, 2024 പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് 2024 ഈ രാജ്യത്ത് ഗവൺമെന്റ് കൊണ്ടുവന്നു. ഇപ്പോൾ ഈ ചോർച്ചയ്ക്ക് കാരണമായിട്ടുള്ളവരെ വിചാരണ ചെയ്യാൻ, ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ പോകുന്നു. ഏത് വിഷയത്തിലും ചർച്ച ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാണ്. പക്ഷേ സമരം ചെയ്യുന്ന സംഘടനയുടെ ആവശ്യം വിദ്യാർത്ഥികളെ കേൾക്കാൻ തയ്യാറായി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് തയ്യാറായി വരുന്ന സമയത്ത് സമരം കേൾക്കുന്ന സംഘടന പറയുന്നത് നിങ്ങൾ ജന്തർ മന്ദറിലേക്ക് ചർച്ച ചെയ്യാൻ വരൂ എന്നുള്ളതാണ്. അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇവിടെ BJP ഓഫീസിലേക്കല്ല ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. പോർട്ട്ഫോളിയോ ഓഫീസിലേക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ചർച്ചയാകാമല്ലോ. അത് തന്നെയാണ് ഈ രാജ്യത്തെ JP നഡ്ഡ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസ് നിഷ്പക്ഷ വേദിയല്ലേ? അവിടെ BJP-ക്കാർ എന്തെങ്കിലും തരത്തിലുള്ള മാൾ പ്രാക്ടീസിന് വരുമോ? ഒന്നുമില്ലല്ലോ. ഈ രാജ്യത്തെ മന്ത്രിയുടെ ഓഫീസിലേക്കല്ലേ വിളിക്കുന്നത്? അങ്ങനെയല്ലേ ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളത്? PM ശ്രീയിൽ എവിടെയാണ് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടന ചർച്ചയ്ക്ക് പോയത്? ഈ നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പം ഇതൊക്കെ ചർച്ചയാകാം, വേണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം, പ്രശ്നങ്ങൾ പരിഹരിക്കാം. മേലിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാത്ത തരത്തിൽ വ്യവസ്ഥിതിയെ ക്ലിയർ ചെയ്തെടുക്കാം. പക്ഷേ ഈ സമരം നീട്ടിക്കൊണ്ടു പോകേണ്ടത് ചിലർ ആവശ്യമാണ്. ഇപ്പോൾ കോൺഗ്രസ് കാണിക്കുന്നത് വെറും നാടകം മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അങ്ങ് സൂചിപ്പിച്ചു ജൂൺ മാസം 20-ാം തീയതി നടന്ന അക്രമം. ഇന്ന് കൊച്ചിയിൽ ഞങ്ങളുടെ പാർട്ടിക്കാരൊന്നുമല്ല, SFIയുടെ പിള്ളേർ സമരം ചെയ്തു. എങ്ങനെയാണ് നേരിട്ടത് സമരത്തെ? ഇവിടുത്തെ VD സതീശന്റെ ഗവൺമെന്റ്, കോൺഗ്രസ് പാർട്ടിയുടെ ഗവൺമെന്റ് അവിടെ നേരിട്ടത് ഷെല്ലുകൾ വെച്ചിട്ടല്ലേ നേരിട്ടത്? അപ്പോ ഡൽഹിയിൽ ഇത്തരത്തിൽ വയലൻസ് ഉണ്ടാക്കുന്നവരെ നേരിടാൻ പോലീസ് ഫോഴ്സ് പ്രയോഗിച്ച സമയത്ത് കുറ്റം, കൊച്ചിയിൽ ചെയ്താൽ അത് കുറ്റമല്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ ഇരട്ടത്താപ്പ് ജനങ്ങൾ മനസ്സിലാക്കുന്നു. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഒരു കൂട്ടം, ഇത് പറയുമ്പോൾ വിഷമമുണ്ട് അഭിലാഷ്, പോകരുത്, ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ ഒരു സ്പെഷ്യൽ നറേറ്റീവ് സെറ്റ് ചെയ്ത് എങ്ങനെയും ഇത്തരത്തിലുള്ള സമരങ്ങളിലൂടെ നരേന്ദ്രമോദി താഴെ ഇറങ്ങും അല്ലെങ്കിൽ നരേന്ദ്രമോദി പുറത്താക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഫേക്ക് റിയാലിറ്റിയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് സാധിക്കില്ല. മാറേണ്ടുന്നത് വ്യക്തികളല്ല, വ്യവസ്ഥിതകളാണ്. നരേന്ദ്രമോദി മാറണം എന്ന് സമരം ചെയ്യുന്ന ആരും അതിനു വേണ്ടിയിട്ട് ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിന്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് ആര് പറഞ്ഞു? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. അങ്ങ് പേടിച്ചാലോ നരേന്ദ്രമോദിയെ ഇറക്കാനാണ് എന്നൊക്കെ ഭയോ അഭിലാഷ്? ഇപ്പോഴേ അങ്ങ് ഗവൺമെന്റിനെ അട്ടിമറിക്കാനാണ് ഭയക്കാതെ വിദ്യാഭ്യാസ മന്ത്രി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം. ഒരു മിനിറ്റ് അഭിലാഷ്, ഇത്രേ ഉള്ളൂ വിദ്യാർത്ഥികളുടെ ഡിമാൻഡ്. ഒരു മിനിറ്റ് അഭിലാഷ്, ഞാൻ വേണമെങ്കിൽ വിദ്യാർത്ഥികളുടെ ഡിമാൻഡ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. രാഹുൽ ഗാന്ധി ഷുഡ് റിസൈൻ മോഡി എന്ന് പറഞ്ഞിട്ടില്ലെന്ന് അങ്ങേക്ക് പറയാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിയുടെ സമരമല്ലല്ലോ, ലൈനിലുണ്ടല്ലോ, ഇന്ന് തള്ളി പറഞ്ഞില്ലേ? രാഹുൽ ഗാന്ധി ആണല്ലോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെയോ ആയിരുന്ന രാഹുൽ ഗാന്ധി ഒറ്റക്കെട്ടായി പ്രതിപക്ഷം. നിങ്ങളുടെ റിപ്പോർട്ടർ ശ്രീ ബസന്ത് റിപ്പോർട്ട് ചെയ്യുകയാണ് 12 വർഷത്തിനിടെ ആദ്യമായി ഒറ്റക്കെട്ടായി പ്രതിപക്ഷമെന്ന്. രാഹുൽ ഗാന്ധിയല്ലേ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെയായിരുന്നു ഈ നീറ്റിൽ സമരം ചെയ്യേണ്ടത്? ഏറ്റവും ക്രൂഷ്യൽ സമയത്ത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എവിടെയായിരുന്നു? അഭിലാഷ് മോഹൻ അറിയോ? ഈ ഇരിക്കുന്ന കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രതിനിധികൾക്ക് അറിയോ? ഇപ്പോ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായപ്പോൾ അതിന്റെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാൻ നോക്കൂ. കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് രാഹുൽ ഗാന്ധി MP-മാരെ സമരത്തിന് കൊണ്ടുപോയത്? ഗാർഗയുടെ വീട്ടിലെ പിറന്നാളിന്റെ കേക്ക് കഴിക്കാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി പറ്റിച്ചേയില്ലേ? ആ VD സതീശന്റെ ഒക്കെ ഇരുത്ത കാണണമായിരുന്നു, ആ താഴെ ഇരിക്കുന്ന ഇരുത്ത പറ്റിച്ചതല്ലേ രാഹുൽ ഗാന്ധി? അജിത് കൃഷ്ണ ഈ സമരത്തിൽ പങ്കെടുത്ത ആളാണ്. ഭാര്യ പോലും കോൺഗ്രസിനെ തള്ളി പറഞ്ഞ സാഹചര്യം. കോൺഗ്രസിന്റെ രാഷ്ട്രീയമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ അങ്ങയിലേക്ക് വരാം. എനിക്ക് കുറച്ച് സമയം നിങ്ങൾ സമയം തരാം, തുടങ്ങിയല്ലേ ഉള്ളൂ. ശ്രീ അജിത് കൃഷ്ണ, ഈ സമരം ശരി ഈ സമരം സർക്കാരിനെ അട്ടിമറിക്കാനുള്ളതാണോ?
സാധാരണ നിലയിൽ സമരം ചെയ്യുന്ന ആളുകൾക്ക് നേരെ പോലീസ് പ്രയോഗിക്കുന്ന ബലപ്രയോഗമേ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ BJP അവകാശപ്പെടുന്നത്. താങ്കളുടെ നേരിട്ടുള്ള അനുഭവം എന്താണ് അജിത് കൃഷ്ണ? അതായത് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം. ഹലോ, എനിക്ക് കട്ടായില്ലോ? ഇല്ല, കേൾക്കാം. പറഞ്ഞോളൂ. അതായത് ഡൽഹിയിൽ ഞങ്ങൾ സമരത്തിന് പങ്കെടുക്കുമ്പോ അവിടെ ഈ പറയുന്ന തരത്തില് പോലീസുകാരൊക്കെ നമ്മൾ കയറി പോകുമ്പോ എല്ലാം ചെക്ക് ചെയ്ത് പരിശോധിച്ചൊക്കെയാണ് കയറ്റി വിടുന്നത്. ഇത് ഞങ്ങളുടെ കയ്യില് മറ്റേ മാരകായുധങ്ങളോ കുന്തങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. പക്ഷെ ഇത് ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ അക്രമത്തിലേക്ക് പോയി എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ശരിക്കും അവിടെ അക്രമം നടത്താനോ അക്രമത്തിന്റെ ഭാഗമാവാനോ CJP തയ്യാറായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഇത്ര ദിവസത്തിന് ശേഷം ഞങ്ങളുടെ നേരെയാണ് ആദ്യം ആക്രമണം ഉണ്ടായത്. ഇപ്പോ അവിടെ 12 വയസ്സ് മുതൽ, അത് 6 വയസ്സ് മുതൽ 12 വയസ്സിലുള്ള കുട്ടികൾ ഒരുപാട് അവിടെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഈ കുട്ടികൾക്ക് നേരെയും അവിടെ പങ്കെടുത്ത സ്ത്രീകൾക്ക് നേരെയും അവിടെ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നേരെയും ഇവര് ഗ്രനേഡ് ഉപയോഗിക്കുക, അതായത് കാലാവധി കഴിഞ്ഞ ഗ്രനേഡ് ഉപയോഗിക്കുക. അതിനുശേഷം ലാത്തി കൊണ്ടടിക്കുമ്പോൾ ലാത്തിയിൽ ആണി വെക്കുക, മെയിനായിട്ട് ലാത്തിയിൽ ആണി വെച്ചടിക്കുക. ഇന്നലെ ഒരു 19 വയസ്സുള്ള ഒരു പയ്യന് പെല്ലറ്റ് ഷൂട്ടൗട്ടില് കണ്ണിന് വരെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ രാജ്യത്ത് അബ്ദുൽ കലാം പോലുള്ള ആൾക്കാര് വിദ്യാർത്ഥികളാണ് നാടിന്റെ ഭാവി എന്ന് മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി എനിക്ക് മനസ്സിലായത്, ഞാൻ ഒരു ഗവൺമെന്റിനെ ഒരു പാർട്ടീനെ കുറ്റം പറയുന്നല്ല, പക്ഷെ കുറച്ചൊരു 10-12 വർഷത്തോളമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു പരിഗണനയും കൊടുക്കാത്ത ഒരു തരത്തിലുള്ള ഗവൺമെന്റ് ആണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നീറ്റ് എക്സാമിന്റെ ഭാഗമായിട്ട് 30-20ഓളം വരുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ CBSE ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ തുടക്കത്തിൽ ഈ സമരം വളരെ സമാധാനമായിട്ട് പോകും. നമ്മളോട് ഇതൊരു പുച്ഛമായിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു മൂവ്മെന്റിനോട് ഇവിടെയുള്ള സിസ്റ്റത്തിന്, അതായത് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് സിസ്റ്റത്തിന് വളരെ പുച്ഛമായിരുന്നു. ആ പുച്ഛം എന്തുകൊണ്ട് ഇന്ന് ചർച്ച വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന് കാരണം ഇത്രയും സപ്പോർട്ട് ഈ പാർട്ടിക്ക് വന്നുകൊണ്ടാണ്. ഇപ്പോ BJPയുടെ ആള് പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഇതിനു മുമ്പ് കോൺഗ്രസ്, അതായത് ഇതിനു മുമ്പുണ്ടായ ഗവൺമെന്റ് ഭരിച്ചിരുന്ന സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയും വലിയ ചർച്ചയായില്ല? BJPക്കെതിരെ വരുന്നു, നരേന്ദ്രമോദിക്കെതിരെ വരുന്നു. ഇതൊരിക്കലും BJPക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ ഉള്ള ഒരു സമരമല്ല. ഈ സമരം ഈ സിസ്റ്റത്തിനെതിരെയാണ്. അതായത് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സിസ്റ്റം, അതായത് ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ സിസ്റ്റത്തിനെതിരെയാണ് CJP സമരം മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, ഞാൻ അജിത്തിലേക്ക് വരാം. ശ്രീ ശിവപ്രസാദ്, ഇപ്പോൾ SFI സംസ്ഥാന വ്യാപകമായി സമരം നടത്തിയല്ലോ. നാളെ രാജ്യവ്യാപകമായ സമരത്തിന് ആഹ്വാനമുണ്ട്. നിങ്ങളും സമരം ചെയ്യുന്നു, അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ CJP സമരം ചെയ്യുന്നു. ഇത് ഇപ്പോൾ ഇന്ത്യയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ വലിയ ചരിത്രമുണ്ട്. പല ഘട്ടങ്ങളെടുത്താൽ ഇതൊരു വലിയ സ്റ്റുഡന്റ് മൂവ്മെന്റായി മാറാൻ പോവുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള രാജ്യം ഒറ്റക്കെട്ടായി നടത്തുന്ന ഒരു പോരാട്ടത്തിനാണ് ഇന്ന് ആവേശകരമായി രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ BJP പ്രതിനിധി പറഞ്ഞ് അവസാനിപ്പിച്ചത് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത് ആർക്കാണ് ഈ സമരത്തോട് ഭയമെന്നാണ്. ആർക്കാണ് ഈ സമരത്തോട് ഭയമെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒന്ന്, സമരത്തിനോട് രാജ്യത്തെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനവും ആ സമരം അതിൻ്റെ ഏറ്റവും ഉയർന്ന ആവേശകരമായ നിലവാരത്തിലേക്ക് എത്തുമ്പോൾ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികളും പരിശോധിച്ചാൽ വളരെ കൃത്യമായി ബോധ്യപ്പെടും. എങ്ങനെ ഈ സമരത്തെ നേരിട്ടെ? ഒന്നാം ഘട്ടം എങ്ങനെ ആ സമരത്തെ നേരിട്ടെ? ലാത്തികൾ ഉപയോഗിച്ച്, ഇലക്ട്രിക് ബാറ്ററികൾ ഉപയോഗിച്ച്, പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ച്, സ്റ്റിയർ ഗ്യാസുകൾ ഉപയോഗിച്ച്, ഏതെല്ലാം മാരകായുധങ്ങൾ ഉപയോഗിക്കാമോ ആ മാരകായുധങ്ങളെല്ലാം ഉപയോഗിച്ച് അവിടെ ഒത്തുകൂടിയ പ്രതിഷേധക്കാർക്കെതിരെ അതിഭീകരമായ മർദ്ദനം നടത്തി. പ്രതിഷേധക്കാരെ ആദ്യം ഒരു വിളിച്ച എന്താ? തീവ്രവാദികളെന്നാണ്. തീവ്രവാദികളിൽ നിന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെന്താ വന്നേ? പ്രധാനപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അരാഷ്ട്രീയവാദികൾ, നിങ്ങളെന്തിന് ഈ അരാഷ്ട്രീയവാദികളുടെ പുറകെ പോകുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ നറേഷനുകൾ മാറ്റി രാജ്യത്ത് ഇന്നോളം നടന്ന എല്ലാ സമരങ്ങളെയും എങ്ങനെയാണോ നേരിട്ടത് ആ മാതൃകയിൽ തന്നെ ഈ സമരത്തെ നേരിടാമെന്നാണ് ഇവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അക്രമം നടന്നോ എന്നാണ് BJP ചോദിക്കുന്നത്. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 2019 രാജ്യത്ത് നരേന്ദ്രമോദി പ്രസക്തമായൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്. എന്തായിരുന്നു? ബേട്ടി ബചാവോ ബേട്ടി പഠാവോ. ഞാൻ നിങ്ങളെ കുറച്ച് ചിത്രങ്ങൾ കാണിക്കും. കേരളം രാജ്യം മുഴുവൻ കണ്ട ചിത്രങ്ങളാണ്. ഇതാ ഒരു പെൺകുട്ടി, ഇതൊരു പെൺകുട്ടിക്ക് മർദ്ദനയേക്കുന്ന ദൃശ്യമാണ്. ഇത് മറ്റൊരു പെൺകുട്ടിയെ പോലീസ് വഴച്ചയക്കുന്ന ദൃശ്യമാണ്. ഇത് വേറൊരു പെൺകുട്ടിയുടെ ദൃശ്യം.
ഇത് രാജ്യം കാണുന്ന ദൃശ്യങ്ങളാണ്. ഇത് പെൺകുട്ടികളാണ്. ഇവരുടെ മുഖത്തേക്ക് നോക്കിയാൽ ഇവർ തീവ്രവാദികളാണെന്ന് ആർക്കെങ്കിലും വിലയിരുത്താൻ കഴിയുമോ? അപ്പോൾ ക്രൂരമായ മർദ്ദനം പെൺകുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അവിടെ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുന്ന നിമിഷം അവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെ അടയ്ക്കണമെന്ന നിർദ്ദേശം അവിടേക്ക് പോവാണ്. അവിടെ മെട്രോ സ്റ്റേഷൻ അടച്ചു, അവിടെ ഇൻ്റർനെറ്റ് സംവിധാനം പൂർണ്ണമായി ഷട്ട് ഡൗൺ ചെയ്തു, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭീകരമായി ഈ സമരം ഒരു തരത്തിലും മൊമെൻറ്റോ ഗെയിൻ ചെയ്യാൻ പാടില്ല എന്ന നിലയിൽ അടിച്ചമർത്തുന്നു. ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം എന്താ? ഞങ്ങൾ ഒരാളുടെ മുന്നിലും മുട്ടുമടക്കില്ല. അതാണല്ലോ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ് ലൈൻ. നിങ്ങൾ ഈ 21 ദിവസം പറഞ്ഞല്ലോ ചർച്ചയെപ്പറ്റി, 21 ദിവസം സോനം വാങ്ചുക് നിരാഹാരം നടത്തി. ഒരു ഉദ്യോഗസ്ഥനെ ആ നിരാഹാര വേദിയിലേക്ക് പറഞ്ഞയക്കാൻ ഈ ഉത്തരവാദിത്തമുള്ള കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവും? ഇല്ല. എപ്പോഴാണ് തയ്യാറായത്? പാർലമെൻറ്റ് മാർച്ച്, രാജ്യത്തെ വിദ്യാർത്ഥി നടത്തിയ പാർലമെൻറ്റ് മാർച്ച് പാർലമെൻറ്റിൻ്റെ ഗേറ്റിന് തൊട്ടുപുറത്തെത്തിയപ്പോഴാണ്, രാജ്യ തലസ്ഥാനം പിടിച്ചുകുലുക്കപ്പെട്ടപ്പോഴാണ് കേന്ദ്ര ഭരണാധികാരികൾ ഞെട്ടിവറച്ചത്. കർഷക സമരം, 3 കരിനിയമങ്ങൾ പിൻവലിച്ച കർഷക സമരത്തിൻ്റെ മാർച്ച് പോലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാർലമെൻറ്റ് കവാടത്തിൽ എത്തിയില്ല, വിദ്യാർത്ഥികളെത്തി. ആ വിദ്യാർത്ഥികൾ പാർലമെൻറ്റ് ഗേറ്റിന് മുന്നിൽ എത്തിയപ്പോഴാണ് കേന്ദ്ര ഭരണാധികാരികൾ കണ്ണുറക്കുന്നത്. എന്നിട്ടോ നാം മനസ്സിലാക്കേണ്ട JP നഡ്ഡ രണ്ടുപേരുമായി ചർച്ച നടത്തി. എന്തേ ചർച്ച വിജയിക്കാഞ്ഞത്? 3 ന്യായമായ ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഉയർത്തിയത്. ഒന്ന്, മരിച്ച വിദ്യാർത്ഥികൾ, ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് 1 കോടി നഷ്ടപരിഹാരം വീതം കൊടുക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, സോനം വാങ്ചുകിനെ മോചിപ്പിക്കണം. ഈ 3 കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല? ചർച്ച പരാജയപ്പെടുന്നു. അവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. കല്ലിന് കാട്ടുപിടിച്ച പോലെ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ മന്ത്രിമാരുടെ ലൈൻ. എന്തായിരുന്നു കേന്ദ്രമന്ത്രിമാർ കൊടുത്ത നിർദ്ദേശം? BJP നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണല്ലോ. ഒറ്റ കേന്ദ്രമന്ത്രി പോലും ഈ സമരത്തെപ്പറ്റി മിണ്ടിപ്പോകരുത്, പ്രതികരിച്ചു പോകരുത്. നമ്മൾ പ്രതികരിച്ചാൽ ഇവർക്ക് മാധ്യമ ശ്രദ്ധ കിട്ടും. അങ്ങനെ ഒരു മാധ്യമ ശ്രദ്ധ അവർക്കുണ്ടാവാനേ പാടില്ല. എന്നിട്ടോ ഇത്രയും നാൾ 2 മാസവും 20 ദിവസവും നീറ്റ് പരീക്ഷ അട്ടിമറിക്കപ്പെട്ട ശേഷം മൗനി ബാബയായ പ്രധാനമന്ത്രി മൗനം വെടിഞ്ഞ് NDA യോഗത്തിൽ സത്വരമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്തേ? ഈ സമരം വിജയിച്ചു എന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം രാജ്യത്ത് ഒരു വിഷയങ്ങളിലും പ്രതികരിക്കാതിരിക്കുന്ന, ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത രാജ്യത്തിൻ്റെ ഭരണവർഗം പ്രതികരിക്കാൻ ആരംഭിച്ചു എന്നാണ്. JP നഡ്ഡ ചർച്ചയ്ക്ക് വിളിക്കുന്നു, കേന്ദ്രമന്ത്രി ഓടി സമരവേദിയിലേക്ക് പോകുന്നു, ഉദ്യോഗസ്ഥരെ അയക്കുന്നു, ദ്രുതഗതിയിൽ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് രൂപീകരിക്കുമെന്ന് പറയുന്നു, ഫാസ്റ്റ് ട്രാക്ക് കോടതി രൂപീകരിക്കുമെന്ന് പറയുന്നു. എവിടെയായിരുന്നു 2 മാസം 20 ദിവസവും? ഈ 2 മാസം 20 ദിവസവും 22 വിദ്യാർത്ഥികൾ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുമ്പോൾ മൻ കി ബാത്തിലൂടെ അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം ലോകത്തെപ്പറ്റി പറയുന്ന പ്രധാനമന്ത്രിക്ക് ഇത് പറയാൻ സമയം കിട്ടിയില്ലല്ലോ. പരീക്ഷാ പേടി മാറ്റുന്നതിനെ പറ്റി പരീക്ഷയ്ക്ക് മുമ്പ് കുട്ടികളോട് സംസാരിക്കാൻ പ്രധാനമന്ത്രിക്ക് സമയമുണ്ടായി. പക്ഷേ പരീക്ഷ അട്ടിമറിക്കപ്പെട്ട് 22 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിക്ക് മിണ്ടാട്ടമില്ല. പക്ഷേ പ്രധാനമന്ത്രി മിണ്ടിയില്ലേ? അപ്പോൾ ആർക്കാ ഭയം? പ്രധാനമന്ത്രി മിണ്ടാതിരുന്നാൾ മൗനി ബാബ രാജ്യത്തോട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ പ്രതിഫലനമാണെന്ന് BJP-കാരും പ്രധാനമന്ത്രിയെ 56 ഇഞ്ച് നെഞ്ചളവുകാരനായി ദൈവതുല്യമായി കൊണ്ട് നടക്കുന്ന, ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ആളാണെന്ന് വിശേഷിപ്പിക്കാൻ മനസ്സിലാക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പ്രധാനമന്ത്രി മുട്ടുമടക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഭരണവർഗം മുട്ടുമടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശരി, അലോഷ്യസ് സേവ്യർ, ഇത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ തുടങ്ങിയ സമരമാണ്. മിനിയാന്നാണ് കോൺഗ്രസ് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അവിടെ ഗാന്ധി സ്മൃതിയിലേക്ക് പ്രതിപക്ഷ MP-മാരുടെ മാർച്ച് നടത്തുകയാണ്. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ഈ സമരം ഏറ്റെടുക്കുകയാണോ? ശ്രീ അഭിലാഷ്, നമ്മുടെ ഈ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ നീറ്റ് പരീക്ഷയുടെ പേപ്പർ ചോർച്ച കഴിഞ്ഞ 10 വർഷക്കാലമായി 2016 മുതൽ ഏകദേശം 100-ൽ കുറയാത്ത രീതിയിലേക്കുള്ള പേപ്പറുകൾ ലീക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും ഇത് വലിയൊരു തീവ്ര സ്വഭാവത്തിലേക്കോ അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് ചർച്ചാ വിഷയമാകുന്ന രീതിയിലേക്കോ ഒന്നും പോയിട്ടില്ല. ഈ 2024-ന് ശേഷമാണ് വളരെ ഗൗരവകരമായിട്ടുള്ള രീതിയിലേക്ക് ഈ പേപ്പർ ലീക്കിൻ്റെ വിഷയങ്ങൾ രാജ്യത്താകമാനം വലിയ രീതിയിലേക്ക് ചർച്ചാ വിഷയമായി വരുന്നു. കോൺഗ്രസ് 2 വർഷത്തോളമായിട്ട് ഈ വിഷയത്തിൽ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ NSC ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിക്കൊള്ളട്ടെ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായിക്കൊള്ളട്ടെ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സമരങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ പൗരന്മാരെല്ലാം വലിയ രീതിയിലേക്ക് ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയ പോരാട്ടത്തിൻ്റെ പോർമുഖം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളെല്ലാം വലിയ ഇടപെടലുകളെല്ലാം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. നമുക്കറിയാം, ഏതെങ്കിലും കാലഘട്ടത്ത്
വലിയ രീതിയിലേക്ക് ഇത്തരത്തിലേക്ക് സമരങ്ങൾ ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു 2 വർഷത്തോളമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ നടത്തി വരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 1.5 മാസത്തോളമായിട്ട് വലിയ രീതിയിൽ ഈ പറയുന്ന വിദ്യാർത്ഥികൾ, രാജ്യത്തെ വിദ്യാർത്ഥികളെല്ലാം ഈ സമരത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഈ സമരങ്ങളെയെല്ലാം വലിയ രീതിയിൽ അടിച്ചൊതുക്കിക്കൊണ്ട് ഈ സമരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ രാജ്യത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ആത്മാഭിമാനത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും അതിനെ എങ്ങനെ ഈ BJP-കാരായിട്ടുള്ള ആളുകൾക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്നു എന്നതാണ് നമ്മൾ ഒരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുൻപിലേക്ക് നിൽക്കുന്നത്. ഇന്നലെയും കഴിഞ്ഞ ദിവസം 1-2 ദിവസങ്ങളിലായി ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന BJP-യുടെ പ്രതിനിധികൾ അവരെല്ലാം എത്ര മോശമായിട്ടുള്ള രീതിയിലേക്കാണ് ഈ വിഷയങ്ങളെല്ലാം അഭിസംബോധന ചെയ്യുന്നത്. ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ രാജ്യത്തെ പ്രതിപക്ഷ MP-മാർ, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരെല്ലാം എന്തുകൊണ്ടാണ് ഈ സമരത്തെ ഏറ്റെടുക്കുന്നത്? രാജ്യത്തെ 100-ൽ കുറയാതെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് ഈ വർഷം തന്നെ ഏകദേശം 20ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര തീവ്രമായിട്ടുള്ള രീതിയിലേക്കാണ് ഇതിൻ്റെ വിഷയങ്ങളെല്ലാം പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതും വലിയ രീതിയിൽ BJP-യുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ അവരുടെ ഇടനിലക്കാർ, അവരുടെ ദല്ലാളുകളായിട്ടുള്ള ആളുകൾ ആണ് ഈ പേപ്പർ ലീക്കിന് എല്ലാം നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുന്നതിൽ വലിയ അതിശയോക്തിയില്ല. നമുക്കറിയാം ഈ NDA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രൂപീകൃതമായതിനു ശേഷം വലിയ രീതിയിലേക്കുള്ള പേപ്പർ ചോർച്ചകൾ, അത് നീറ്റിൻ്റെ പരീക്ഷ മാത്രമല്ല എത്രയോ പരീക്ഷകൾ ഈ NDA നടത്തുന്ന പരീക്ഷകളെല്ലാം ചോർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത് സംഘപരിവാറിന് വലിയ രീതിയിലേക്ക് ഉത്തരവാദിത്വമുണ്ട്, BJP-കാരായിട്ടുള്ള ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇത് പല പരീക്ഷകളുടെ പേപ്പർ, ഇന്ത്യയുടെ ഉൾപ്പെടെ പല കേന്ദ്ര സർക്കാർ നടത്തുന്ന പരീക്ഷകളുടെയും പേപ്പറുകൾ പ്രിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രിന്റ് ചെയ്യുന്നതിന്റെ ഉറവിടം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാം ഇത് നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്തിൽ നിന്നാണ് ഇതിന്റെ ആരംഭം. അങ്ങനെ എല്ലാ രീതിയിലും BJP-കാർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായി രാജ്യത്തിന്റെ പരീക്ഷകൾ മാറുമ്പോൾ ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഇതിനോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിനെതിരെ വലിയ പ്രക്ഷോഭം രാജ്യത്തെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളും മറ്റ് രാഷ്ട്രീയമുള്ള ആളുകളും ഇല്ലാത്ത ആളുകളെല്ലാം ഈ രാജ്യത്തിൻ്റെ ചെറുപ്പക്കാർക്കൊപ്പം അണിനിരക്കുന്നു. അപ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്ന അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാത്ത ഒരേ ഒരു ആളുകൾ എന്ന് പറയുന്നത് BJP-കാരായിട്ടുള്ള ആളുകൾ മാത്രമാണ്. ഇതിൻ്റെ പോരാട്ടങ്ങൾ അതിൻ്റെ വലിയ തീവ്രതയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്ന തരത്തിലേക്ക് ഇതിൻ്റെ പ്രക്ഷോഭങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രം പറയാൻ കേശു ആഗ്രഹിക്കുന്നു. ശ്രീ പ്രമോദ് പുഴങ്കര, ജൻ ആൽഫ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ മാധ്യമമായ ഇൻസ്റ്റാഗ്രാം നമ്മൾ പരിശോധിച്ചാൽ ഈ സമരവുമായി ബന്ധപ്പെട്ട റീലുകളാണ് മുഴുവൻ. അതിൽ തന്നെ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റൈറ്റ് വിങ് ഐഡിയോളജി സൂക്ഷിക്കുന്ന പാരൻസിന്റെ മക്കൾ അവരുടെ സ്വന്തം കുടുംബങ്ങളിൽ അവരുടെ അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ മുന്നോട്ട് വെച്ച കാര്യം തെറ്റാണ് എന്ന് തിരുത്തുന്ന അഭൂതപൂർവമായ കാഴ്ചയാണ്. ഇന്ത്യയിലെ ഒരു ജനറേഷൻ ആകെ തന്നെ സർക്കാരിനെതിരെ തെരുവിൽ ഇറങ്ങിയിരിക്കുന്ന അഭൂതപൂർവമായ ഒരു രാഷ്ട്രീയ സന്ദർഭമാണ് രാജ്യം കാണുന്നത്. കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഏതെങ്കിലുമൊക്കെ സമരം നടത്തുന്ന സംഘടനകളുടെ അല്ലെങ്കിൽ വിഭാഗങ്ങളുടെ ഒക്കെ ആയിരുന്നുവെങ്കിൽ ഒരു ജനറേഷൻ ആകെ സർക്കാരിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയോ സർക്കാരിനെ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്ന ഒരു അനിതര സാധാരണമായ സാഹചര്യം നമ്മുടെ രാജ്യം കാണുകയാണോ? തീർച്ചയായും. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഈ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഈ പ്രക്ഷോഭത്തെ, ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ പ്രക്ഷോഭത്തെ സർക്കാരിനും സംഘപരിവാറിനും അത് ആ പ്രക്ഷോഭത്തിനോടുള്ള ഭയം എന്താണെന്ന് വെച്ചാൽ BJP-യുടെയും സംഘപരിവാറിൻ്റെയും വോട്ട് ബാങ്കായിരുന്ന BJP-യുടെയും സംഘപരിവാറിൻ്റെയും കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ട് കാലത്തെ അവരുടെ മുന്നോട്ടുള്ള കുതിപ്പിന് ഏറ്റവും സഹായകരമായിരുന്ന ഇന്ത്യയിലെ മധ്യവർഗം, ഒരു ആസ്പിറേഷണൽ ക്ലാസ് എന്ന് വിളിക്കാവുന്ന ഇന്ത്യയിലെ മധ്യവർഗമാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും ഇന്ധനം ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് യുവാക്കളാണ്, ആ യുവാക്കളുടെ കുടുംബങ്ങളാണ്. ആ ഇന്ത്യയിലെ ഇപ്പോൾ ലിബറലൈസേഷൻ്റെയും പ്രൈവറ്റൈസേഷൻ്റെയും ഒക്കെ ഗുണഭോക്താക്കളാകാൻ കഴിയുമെന്ന് ധരിച്ച ഒരു വലിയ വിഭാഗം മനുഷ്യരാണ്. ഇവരൊക്കെ അടങ്ങുന്ന ഒരു ലോവർ ഇൻകം മിഡിൽ ക്ലാസ് തൊട്ട് അപ്പർ മിഡിൽ ക്ലാസ് വരെയുള്ള ഒരു വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ കൂടിയാണ് ഈ സമരത്തിൽ ഇപ്പോൾ അണിചേർന്നിട്ടുള്ളത്. ഇത് റൂറൽ യൂത്തിലേക്ക്, ഗ്രാമീണ യുവാക്കളിലേക്ക് കൂടി പടരുകയാണെങ്കിൽ അത് അവരെ സംബന്ധിച്ച്, BJP-യെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ
ഇത്തരത്തിലുള്ള ഒരു ബി ജെ പിയുടെ തന്നെ അടിത്തറയിൽ ബി ജെ പിയുടെ വോട്ട് ബാങ്കിനെ തകർക്കുന്ന ഒരു തരത്തിലുള്ള സമരമായി ഇത് മാറുമോ എന്നുള്ള ഒരു ഭീതി കൂടി അവർക്കുണ്ട്. മറ്റൊന്നുകൂടി, മറ്റൊരു വലിയ പ്രശ്നം ഇതിലുള്ളത് ബി ജെ പി കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യയിൽ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു സെക്കൻഡ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി സ്മൃതിയിൽ ബിർള ഹൗസിന് മുമ്പിൽ എത്തിയെന്ന് തോന്നുന്നു. ആ വാഹനം അവിടെ നിർത്തിയതാണോ? 30 ജനുവരി മാർഗിലാണ് പ്രതിപക്ഷം പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അവിടേക്ക് രാഹുൽ ഗാന്ധി എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ഇടയ്ക്ക് ഇടപെട്ടത്. പ്രതിഷേധത്തിന്റെ വേദി മാറുകയാണ്. ഇത് പ്രതിപക്ഷ MP-മാരുടെ പ്രതിഷേധമാണ്. ഇപ്പോൾ ആ പ്രതിഷേധ സ്ഥലത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ MP-മാർ എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. Delhi is totally banned, totally hijacked police. So we want to peace. പ്രസാദുണ്ട് അവിടെ നിന്ന്. വിഷ്ണു പ്രസാദ്, MP-മാർ അവിടേക്ക് എത്തി, 30 ജനുവരി മാർഗിലേക്ക് എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയുള്ള സമര പരിപാടി എന്താണ്? ഇപ്പോൾ MP-മാർ, ഇന്ത്യ സഖ്യത്തിലെ MP-മാർ എല്ലാവരും തന്നെ ഗാന്ധി വെടിയേറ്റ് വീണ ഗാന്ധി സ്മൃതിയിലേക്ക് എത്തുകയാണ്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ സേവദൾ പ്രവർത്തകർ ഒരു വശത്ത് ഇപ്പോൾ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് അവർക്ക് വരാൻ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഒരു നിമിഷം. എന്തായാലും നമുക്കിപ്പോൾ ഇപ്പോൾ ജോൺ ബ്രിട്ട സാർ കൂടി ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഇപ്പോൾ ഇങ്ങനൊരു സമരമായിട്ട് ഈ ഒരു വേദിയിലേക്ക് എത്തേണ്ടി വന്ന സാഹചര്യം. പക്ഷെ ഡൽഹിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കടക്കമ്പോളങ്ങൾ അടച്ചിടുന്നു, മെട്രോ സ്റ്റേഷനുകൾ പൂട്ടുന്നു, പോലീസ് ഈ നഗരം ഏറ്റെടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആക്രമിച്ച് അവരെ ജന്തർമന്ദിറിൽ നിന്ന് തുരത്താനും വേണ്ടി അവരെ പിടിച്ച് ജയിലിടാനും വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ആ സമയത്ത് പാർലമെന്റിനുള്ളിലിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിപക്ഷ MP-മാർ ഒന്നടങ്കം തെരുവിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഗാന്ധി സ്മൃതിയിൽ വരാനുള്ളൊരു കാരണമുണ്ട്. ഈ രാജ്യം ഇന്ന് ആഗ്രഹിക്കുന്ന സമാധാനപരമായ തീരുമാനമാണ്. ജനാധിപത്യത്തിന്റെ മാതാവാണെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം ഒരു മാർഷൽ ഭരണം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഇത്രയും പ്രതിഷേധങ്ങൾ തെരുവിൽ നടക്കുമ്പോഴും ഇതിലൊക്കെ മൗനം പാലിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഏത് പാർട്ടിയുടേതായാലും ആ ഗൂഢാലോചന നടക്കുന്നു, വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇനി മറ്റു ദുർബലമായ വാദങ്ങളൊക്കെയല്ലേ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പൊ നോക്കിക്കോളൂ, അതായത് ഒരു മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടപ്പുറപ്പാട് മുഴുവൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞു, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുന്നു. ഈ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് താഴെ നിന്ന് ചപ്രാസ് മുതലാണോ അതേ മന്ത്രിയിൽ നിന്നാണ് തുടങ്ങേണ്ടത്? ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടൊരു ജനാധിപത്യ സംവിധാനത്തിൽ മുകളിൽ നിന്ന് തുടങ്ങണം. അതിനു പകരം അദ്ദേഹം ചപ്രാസുകൾക്കെതിരെയും ഗുമസ്തന്മാർക്കെതിരെ നടപടിയെടുക്കുന്ന അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രധാനമന്ത്രിയോടും അതുപോലെ കേന്ദ്ര സർക്കാരിനോടും പറഞ്ഞത്, ഉത്തരവാദിത്വം ആദ്യം മുകളിൽ തുടങ്ങട്ടെ, അങ്ങനെ ഒരു മാതൃകയാക്കട്ടെ. മാത്രമല്ല കുഞ്ഞുങ്ങളോട് ചർച്ച ചെയ്യുക. അവരെ വഴിയാതരാകാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കില്ല. അവർക്ക് പടച്ചട്ട അണിയിക്കുകയാണ്. എന്തായാലും ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ MP-മാരുടെ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ എല്ലാം തന്നെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും വിഷ്ണു അവിടെ തുടരുക. എന്തായാലും സമരം ഒരുപക്ഷെ രാത്രി മുഴുവൻ നീളുന്ന സമരമാകാം. നമുക്കത് ഇതിന്റെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് പല സമരങ്ങളെയും പല മുദ്ര കുത്തി ഇല്ലാതാക്കാൻ കഴിഞ്ഞിരുന്നു. ടുക്ടേ ഗ്യാങ് എന്ന് വിദ്യാർത്ഥികളുടെ സമരത്തെ, JNU വിദ്യാർത്ഥികളുടെ സമരത്തെ ആക്ഷേപിച്ചിരുന്നു. ഖലിസ്ഥാൻ ഭീകരവാദികൾ എന്ന് ആക്ഷേപിച്ചിരുന്നു. കർഷകരുടെ സമരത്തെ, പൗരത്വ പ്രക്ഷോഭത്തെ മതം മുദ്രകുത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചിരുന്നു. അവരെ ജയിലിലടച്ച് അമർച്ച ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ നോക്കൂ, ഈ സമരം നിങ്ങൾ എങ്ങനെ അടിച്ചമർത്തുമെന്ന പ്രശ്നമാണ്. ആരുടെ മക്കളാണ് ഈ സമരം ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. പോട്ടെ, കേരളത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന BJP അനുഭവമുള്ള എത്ര ആളുകളുടെ മക്കൾ എങ്ങനെ പ്രതികരിച്ചു എന്ന് ആലോചിച്ചാൽ മതി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ഗോപി എന്താ പറഞ്ഞത്? പോട്ടെ, കൃഷ്ണകുമാറിന്റെ മക്കൾ
നിങ്ങളുടെ തലസ്ഥാനത്ത് മത്സരിച്ച കൃഷ്ണകുമാറിന്റെ മക്കളുടെ നിലപാട് എന്താണ്? എന്താണ് മോഹൻലാലിന്റെ മകൾ വിസ്മയുടെ നിലപാട് എന്താണ്? ഇതൊരു ജനറേഷന്റെ സമരമാണ്. മുദ്രകുത്തി രാഷ്ട്രീയം പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പോൾ അവരോട് സംസാരിക്കുക, വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റുക എന്നുള്ളത് എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും ഡാമേജ് കുറയും എന്ന് ഇനിയും തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയും. അതിനു മുമ്പ് ഇവിടെ സംസാരിച്ച അജിത്ത് അദ്ദേഹത്തിൻ്റെ ന്യായമായുള്ള കൺസേൺസ് ആണ് ഉന്നയിച്ചത്. അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ ആ കാര്യത്തിൽ കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത് SFIയുടെ പ്രതിനിധി അദ്ദേഹം ഇവിടെ ഇരുന്ന് പറഞ്ഞത് മൊത്തം അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ കഴിവുകളില്ലേ. ഒരു കാലത്ത് ഈ രാജ്യം അഭിമാനത്തോടെ കണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവ് വന്നിരുന്ന CJP വാഴ്ത്തുപാട്ട് പാടുകയാണ്. നിങ്ങൾ എവിടെയായിരുന്നു സാർ ഇത്രയും കാലം? നിങ്ങൾ എന്താണ് നീറ്റ് വിഷയത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പൊ CJP ചെയ്യുന്ന സമരത്തിന് വാഴ്ത്തുപാട്ട് പാടുന്നതിനപ്പുറത്ത് ഈ വിഷയം ഏറ്റെടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിഞ്ഞ 10-45 ദിവസക്കാലം അല്ലെങ്കിൽ 2 മാസക്കാലം നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാൻ SFIയുടെ സംസ്ഥാന നേതാവ് തയ്യാറാകണം. ഇവിടെ വന്നിരുന്ന് നിങ്ങൾ വാഴ്ത്തുപാട്ട് CJP പാടുമ്പോൾ നിങ്ങളുടെ തന്നെ പല്ലുകുത്തി മണപ്പിക്കുകയാണെന്ന് ശിവപ്രസാദ് ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ അതിനപ്പുറത്ത് വേറൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ മോശമായി വിദ്യാർത്ഥികളെ അപമാനിക്കുന്ന രീതി സംസാരിക്കുന്നതാണ് KSU നേതാവിന്റെ ആരോപണം. ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെയും ഒരു വിദ്യാർത്ഥികളെയും മോശമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന കൺസേൺസ്, അവരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. അതിനപ്പുറത്ത് ഒരു വാദവും BJPക്കില്ല. ഞങ്ങൾക്കും കുടുംബമുള്ളതാണ് സാർ, ഞങ്ങൾക്കും എനിക്കും മക്കളുള്ളതാണ് സാർ. എൻ്റെ കുട്ടികളുടെ ഭാവി ഓർത്ത് എനിക്ക് ആശങ്കയുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാവർക്കും, ഈ ചർച്ച കാണുന്ന എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുന്നതാണ് വിഷയം. രണ്ടാമത് അങ്ങ് പറഞ്ഞു ഈ കാര്യങ്ങൾ ചോർച്ച ഉണ്ടായത് ഗുജറാത്തിൽ നിന്നാണ്. അപ്പൊ അങ്ങ് ഈ വിഷയം പഠിക്കാതാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സഖ്യകക്ഷിയായ ജാർഖണ്ഡ്, അവിടെ ഒയാസിസ് പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പാള് എൻസാഹുൽ ഹക്ക്, ഇംതിയാസ് ആലം, റോക്കി എന്ന് വിളിക്കുന്ന രാകേഷ് രഞ്ജൻ, ഇവരാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ. SBIയുടെ ലോക്കറിൽ നിന്ന് ചോദ്യപേപ്പർ എടുക്കാൻ പോയപ്പോഴാണ് ഈ സാധനം ലീക്ക് ചെയ്യുന്നത്. അത് കൂടാതെ പൂനെയിലിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയ. അപ്പൊ ഇത് വ്യവസ്ഥയുടെ പ്രശ്നമല്ല, ചില വ്യക്തികൾ നടത്തിയ മോഷണമാണ്. അതുപോലും പറയാതാണ് നിങ്ങൾ വെറുതെ ഇത്തരത്തിൽ ഈ രാജ്യത്തിലെ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി ഈ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അഭിലാഷ് ചോദിച്ച ചോദ്യം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, പരിഹരിക്കേണ്ട വിഷയങ്ങളാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, മെയ് മാസം 3-ാം തീയതി ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ മെയ് മാസം 12-ാം തീയതി ക്യാൻസൽ ചെയ്തു. ജൂൺ മാസം 21-ാം തീയതി റീ എക്സാം നടത്താൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എടുത്ത ശ്രമങ്ങൾ നമുക്ക് കണ്ടിൽ നടിക്കാൻ സാധിക്കുമോ അഭിലാഷേ? എന്തുമാത്രം ശ്രമങ്ങൾ നടത്തിയിട്ടാണ് ഈ പറയുന്ന രാജ്യത്തിന്റെ സൈന്യത്തെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറ്റമറ്റ രീതിയിൽ നടത്താൻ തയ്യാറായി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നീറ്റ് പരീക്ഷയിൽ ഉന്നത മാർക്ക് വാങ്ങിച്ച കുട്ടികളുടെയൊക്കെ വീട്ടിൽ പോയിട്ട് അവരെ ആദരിക്കാൻ വേണ്ടിയിട്ട് ആർക്കും നീറ്റ് പരീക്ഷയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. മേലിൽ ഇത് ആവർത്തിക്കരുത് എന്നുള്ളത് BJPയുടെ ആവശ്യമാണ്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാർലമെന്റിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ, കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുമ്പോൾ തുടർച്ചയായി പാർലമെന്റ് സ്തംഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാടല്ലേ ഈ നാട്ടിലെ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴല്ലേ പ്രതിപക്ഷം സമരം എന്ന് പറഞ്ഞ് ഇത്തരത്തിലൊരു മൂവ്മെന്റ് ഉണ്ടായപ്പോൾ അതിന്റെ മുമ്പിൽ കയറി നിന്ന് എന്റേതാണിതെല്ലാം, ഞാനാണിതെല്ലാം കാണിക്കാനല്ലേ നിർത്തുന്നത്? എന്നിട്ടും സമരം ചെയ്യാൻ വേണ്ടിയിട്ട് MP-മാരെ പറ്റിച്ച് വിളിക്കേണ്ടി വന്നില്ലേ രാഹുൽ ഗാന്ധിക്ക്? ഗാർഗയുടെ കേക്ക് കഴിക്കാന്ന് പറഞ്ഞല്ലേ വിളിച്ചോണ്ട് പോയത്? ഇന്ന് മീറ്റിംഗ് കൂടാൻ പറഞ്ഞല്ലേ വിളിച്ചോണ്ട് പോയത്? ഒരു കഴിവുകെട്ട പ്രതിപക്ഷം അത് സ്ഥിരമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കഴിഞ്ഞ 10-15 ദിവസം എവിടെയായിരുന്നു? സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പോലും അറിയത്തില്ല, കോൺഗ്രസ് പാർട്ടിക്ക് പോലും അറിയത്തില്ല. ആരെയാണ് അദ്ദേഹം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 15 ദിവസം എവിടെയായിരുന്നു? ഏറ്റവും ക്രൂഷ്യൽ ടൈമിൽ നടത്തേണ്ടത് അദ്ദേഹത്തിന്റെ ചത്രോൺകി ഗൂഞ്ച് പോലും മാറ്റിവെച്ചത് വിട്ട് അദ്ദേഹം എന്ത് ജോലി തീർക്കാനായി വിദേശത്ത് പോയത്? അപ്പൊ ഇതൊന്നും ഇവർ രാഷ്ട്രീയം കളിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് രാഷ്ട്രീയം കളിക്കാൻ BJP ആഗ്രഹിക്കുന്നില്ല. വിദ്യാർത്ഥികളുടെ ഭാവി രാഷ്ട്രീയം ആയുധമാക്കാൻ BJP ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കടന്നു കയറി അക്രമം അല്ല, ആരാണ് കടന്നുകയറി ആക്രമണം കാണിച്ചതെന്ന് പറഞ്ഞു. വിദ്യാർത്ഥികളോട് സ്നേഹമുണ്ടെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ ആ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കട്ടെ. ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ റെയിൽവേ മന്ത്രിമാർ രാജിവെച്ചിട്ടില്ലേ? ഇവിടെ പരീക്ഷാ അപകടം തുടർച്ചയായി ഉണ്ടാകുമ്പോൾ മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ഡിമാൻഡ്. അത് പാലിച്ചാൽ പോരെ വിദ്യാർത്ഥികളോട് സ്നേഹമുണ്ടെങ്കിൽ? അഭിലാഷേ, നിങ്ങൾ എനിക്ക് സമയം തരുന്നുണ്ടെങ്കിൽ അവിടെ നടന്ന ആക്രമണങ്ങളുടെ നല്ല വിഷ്വൽസ്, കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കാത്ത നല്ല നല്ല വിഷ്വൽസ് ഞാനിവിടെ നിങ്ങൾക്ക് കാട്ടിത്തരാം. ധാരാളം തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ചർച്ചയിൽ ഈ ആക്രമണം ഉണ്ടായ ദിവസം ഞാൻ മറ്റൊരു മാധ്യമത്തിൽ പങ്കെടുത്ത ചർച്ചയിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ CJPയുടെ പ്രതിനിധി ഒരു കുമാരി ഇഷ എന്ന് പറയുന്ന കുട്ടി പറഞ്ഞു അവിടെ ആക്രമണം ഉണ്ടായി, അതിനകത്ത് ചില ആന്റി സോഷ്യൽ എലമെന്റ്സുകൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ കടന്നു കയറിയിട്ടുണ്ട് എന്ന് സമ്മതിക്കാൻ ആ കുട്ടി തയ്യാറായി.
ഇത്തരത്തിൽ ഈ നാട്ടിൽ അരാജകത്വം ഉണ്ടാകാൻ ശ്രമിക്കുന്ന ആ അരാജകത്വത്തിലൂടെ ഏതെങ്കിലും ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ചില ശക്തികൾ ഇതിനകത്ത് കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ വിദ്യാർത്ഥികൾക്കെതിരെയല്ല അഭിലാഷ്, ചർച്ച ചെയ്യാൻ തയ്യാറാകുക, ചർച്ചയിലൂടെ വിഷയങ്ങൾ പരിഹരിച്ച് നമ്മളുടെ വ്യവസ്ഥിതി കറക്റ്റ് ചെയ്ത് സിസ്റ്റം ശരിയാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ഞങ്ങളുടെ സമരത്തിൽ നുഴഞ്ഞു കയറി കല്ലേറും കുഴപ്പങ്ങളും ഉണ്ടാക്കുമെന്നുള്ളതാണ് സമരം ചെയ്യുന്ന ആളുകളുടെ ഭയപ്പാട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഇന്ത്യയിൽ എവിടെയോ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയോ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു പോസ്റ്റർ കണ്ടിരുന്നു. രാജ്യം മുഴുവൻ ഈ വിദ്യാർത്ഥികളോട് അനുഭാവം പ്രകടിപ്പിച്ച് സമരമാണോ? എന്താണ് മറ്റിടങ്ങളിലൊക്കെ? സംശയമില്ല. ഇപ്പോൾ ഞാൻ പഞ്ചാബിലാണ്. ഇവിടെ പഞ്ചാബിലും ഒരു വലിയ യുവജന പ്രക്ഷോഭം കാണുകയുണ്ടായി. ഞാൻ അവിടെ പോവുകയും ഇവിടുത്തെ ആൾക്കാരോട് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കേൾക്കണം, ഇൻകുലാബ് സിന്ദാബാദ്, വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ് അടക്കം എല്ലാ മുദ്രാവാക്യങ്ങളും, ഇടത് വലത് മധ്യഭേദമന്യുള്ള എല്ലാ മുദ്രാവാക്യങ്ങളും യുവാക്കൾ ഒരുമിച്ച് വിളിച്ചുകൊണ്ട് ഭഗത് സിംഗിനെയും മഹാത്മാഗാന്ധിയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. അവർ ഫൈറ്റ് ചെയ്യുന്നത്, ആ യുവജനത പോരാടുന്നത് അവരുടെ കൺസേൺസും അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അതിനെ നമ്മൾ ബഹുമാനത്തോടെ കാണണം. നേരത്തെ പറയുകയുണ്ടായി ഏതൊക്കെയോ ആന്റി സോഷ്യൽസ് തുറഞ്ഞു കയറി കാണുമെന്ന്. കാണും. പക്ഷേ പോലീസുകാർക്ക് എന്ത് ന്യായീകരണമാണ് പെൺകുട്ടികളുടെ പിൻഭാഗത്ത് തെരഞ്ഞു തല്ലുന്നതിന്? പെൺകുട്ടികളുടെ പിൻഭാഗത്ത് തെരഞ്ഞു തല്ലി പരസ്പരം പോലീസുകാർ നോക്കി ചിരിക്കുകയും പെൺകുട്ടികളുടെ പിൻഭാഗത്ത് ലാത്തി കുത്തിക്കയറ്റുകയും ചെയ്യുന്നതിന്റെ വിഷ്വൽസ് വ്യാപകമായിട്ടുണ്ടല്ലോ. ആന്റി നാഷണൽ സംഘടന നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം. പക്ഷേ ഈ പോലീസുകാർക്കെതിരെ ആക്ഷൻ വേണ്ടേ? അവിടെയല്ലേ ഇത് വളരെ ലെജിറ്റിമേറ്റ് ഡിമാൻഡ് ആകുന്നത്. അതായത് പോലീസ് അതിക്രമം ഉണ്ടായി, അതിനെതിരെ നടപടി വേണം. കാര്യം പോലീസുകാരാണ് റെസ്ട്രെയിന്റിന് അല്ലെങ്കിൽ നിയന്ത്രണത്തിന് വേണ്ടി ആത്മനിയന്ത്രണത്തോടെ പെരുമാറേണ്ടത്. പോലീസ് അത് പെരുമാറിയില്ല. രണ്ട്, ഈ CJP അഭിനന്ദിക്കേണ്ട കാര്യം എന്താ അറിയാമോ? എല്ലാ മുഖ്യധാര പാർട്ടികളും വരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. CJP കഴിഞ്ഞ 24 ദിവസമായി പ്രത്യേകിച്ച് സോനം വാങ്ചുക്കിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ദേശീയ മാധ്യമങ്ങളും ഒരു ശ്രദ്ധ കൊടുത്തില്ല. അവർ ക്ഷമയോടെ പോരാടി ഒരു കോസ് റേസ് ചെയ്ത് കൊണ്ടുവന്നു. പ്രതിപക്ഷ പാർട്ടികൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനല്ലാതെ വേറെ എന്താ വഴി? ഇനിയും ദേശീയ പാർട്ടികളോ അല്ലെങ്കിൽ BJP അടക്കമുള്ള പാർട്ടികൾക്ക് വരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുമെന്ന് അർത്ഥം സംശയമില്ല. കാര്യം ഇവർ റേസ് ചെയ്യുന്ന ഡിമാൻഡ്സ് വളരെ ലെജിറ്റിമേറ്റ് ആണ്. ആ ഡിമാൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാം സിസ്റ്റത്തിന് ഒരു ഓവർഹോൾ വേണം. ധർമ്മേന്ദ്ര പ്രധാൻ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണം. വേറെ ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാ? ഒരു ഡിപ്പാർട്ട്മെന്റ് നല്ലത് ചെയ്താൽ മന്ത്രിക്ക് അതിന്റെ ഉത്തരവാദിത്വവും ക്രെഡിറ്റും കിട്ടുമെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന് പരാജയം ഉണ്ടായാൽ ആ മന്ത്രി തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇടത് വലത് ഭേദമന്യേ അതിലേക്കാണ് പോകുന്നത് എന്നൊരു തിരിച്ചറിവിലേക്ക് പോവാണ്. മോദിജി എപ്പം തീരുമാനം എടുക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇതിൽ നോൺ നെഗോഷ്യബിൾ ആയി തുടരുന്നത് അതുകൊണ്ടാണ്. രണ്ട്, അതിനേക്കാൾ മോശമായിരുന്നു പോലീസ് ആക്ഷൻ. ബ്രൂട്ടലായ പോലീസ് ആക്ഷൻ. എത്ര പെൺകുട്ടികൾ തല്ലുകൊണ്ട് കിടക്കുകയാണ്. ഈ പെൺകുട്ടികൾ തീവ്രവാദികളാണോ? ഇതിനെ പ്രതിരോധിക്കാനായി ജമാഅത്തെ ഇസ്ലാമി, പാകിസ്ഥാൻ, ഇസ്ലാമിസ്റ്റ്, എന്തിന് ട്രംപും CAA വരെ ഇൻവോൾവ് ചെയ്തു എന്ന് അഭിലാഷിനും എനിക്കും അറിയാൻ അർണബ് ഗോസ്വാമി അടക്കം ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? അമേരിക്കൻ CAAയും ഡീപ് സ്റ്റേറ്റും ഇതിന് ഇൻവോൾവ് ആണെന്നൊക്കെ പറയുന്നതിന് എന്തർത്ഥം? ചുമ്മാ എന്തെങ്കിലും പറയാമെന്നല്ലാതെ. അതുകൊണ്ട് ലെജിറ്റിമേറ്റ് ആയ ഒരു യുവജന പ്രതിഷേധം ഉയർന്നു വരുമ്പോ അതിന് CJPക്കാണ് അഭിനന്ദനം നൽകേണ്ടത്. നമ്മുടെ യുവത്വത്തിനാണ്, സോനം വാങ്ചുക്കിനാണ്, അഭിജിത് ദീപ്കയ്ക്കാണ്. അവരെ സപ്പോർട്ട് ചെയ്യാനല്ലാതെ ഈ രാജ്യത്തിനെ യുവത്വത്തിനും സിനിമാ താരങ്ങൾക്കും കലാകാരന്മാർക്കും അല്ലേ പറ്റൂ. ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്ര കുത്തുന്നതിന് എന്തർത്ഥമാണ്? ലാലേട്ടന്റെ മകൾക്കെതിരെ, മോഹൻലാലിനെതിരെ, അല്ലെങ്കിൽ പാർവതിക്കെതിരെ, രഞ്ജിനി ഹരിദാസിനെതിരെ ഇവരെ ആന്റി നാഷണൽസ് എന്ന് വിളിക്കരുത്. ഇവർ, അതായത് ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പാട്രിയോട്ട് ഈസ് എ പേഴ്സൺ who can defend his country against his government. ഒരു യഥാർത്ഥ രാജ്യസ്നേഹി തന്റെ രാജ്യത്തിന് വേണ്ടി ഗവൺമെന്റിനെതിരെ പോരാടുന്നവനാണ് എന്നാണ് പറയാറുള്ളത്. അതേപോലെ ഒരുപാട് യുവത്വം മുമ്പോട്ട് വരികയാണ്. അവരെ അഭിനന്ദിച്ചേ മതിയാവും. ശരി, ശ്രീ ശിവപ്രസാദ്, മുഖ്യധാര വിദ്യാർത്ഥി സംഘടനകൾക്ക് CJPയിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത്? ഇപ്പോൾ നോക്കൂ, പൊതുവെ ഈ പുതിയ വിദ്യാർത്ഥി സമൂഹത്തെ അവർ അരാഷ്ട്രീയവാദികളാണ്, അതല്ലെങ്കിൽ മാക്രോ പൊളിറ്റിക്സിൽ താല്പര്യമില്ലാത്തവരാണ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു, വിളിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ ഞാൻ തന്നെ അറിയുന്ന കുട്ടികൾ വരെ ടിക്കറ്റ് എടുക്കാൻ പണമുണ്ടെങ്കിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്യണമെന്ന് പറയുന്ന അനുഭവമാണുള്ളത്. നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത് BJP പ്രതിനിധി വളരെ ആവേശത്തോടുകൂടി SFI ആക്രമിക്കാൻ വേണ്ടി വാദം പറയുമ്പോൾ ഞാൻ ബലമായി വിശ്വസിക്കുന്ന അദ്ദേഹം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പബ്ലിക് TVയും ഗോസ്വാമിമാരുടെ റിപ്പബ്ലിക് TVയും പിന്നെ BJPയുടെ വാഴ്ത്തുപാട്ടുകൾ മാത്രം വരുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുമായിരിക്കാം. മെയ് മാസം 3-ാം തീയതി രാജ്യത്ത് നീറ്റ് പരീക്ഷ അട്ടിമറിക്കപ്പെട്ട ശേഷം അഭിലാഷ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനാണ്. കേരളത്തിലെയും രാജ്യത്തെയും വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആളാണ്. രാജ്യവ്യാപകമായി SFI നടത്തിയ പ്രക്ഷോഭങ്ങൾ എത്രമാത്രമാണെന്ന് രാജ്യത്തെ സാമൂഹ്യ പ്രവർത്തകർക്ക്, മാധ്യമ പ്രവർത്തകർക്ക് എല്ലാം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. രാജ്യത്ത് 20 സംസ്ഥാനങ്ങളിലാണ് SFI ഇതുയർത്തി സമരം നടത്തി. രാജ്യത്ത് SFI ഏറ്റവും വലിയ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെ സംവിധാനമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ രാജ്യത്തെ ഒട്ടുമിക്ക സർവകലാശാലകളിലും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും SFIക്ക് യൂണിറ്റുകളുണ്ട്. 20-ലധികം വരുന്ന സംസ്ഥാനങ്ങളാണ് SFI ഇതിന് നേതൃത്വം സമരം നടത്തിയത്. പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന കേന്ദ്രങ്ങൾ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി SFI സഖാക്കൾ ഇന്നും ജയിലിലാണ്.
ബീഹാർ നിങ്ങളുടെ ഒരു ഹാർട്ട്ലാൻഡായി നിങ്ങൾ പറയുന്ന സ്ഥലമാണല്ലോ. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ 1 മാസത്തിന് മുകളിലായി അവിടെ സമരം നടത്തിയതിൻ്റെ പേരിൽ ജയിലിൽ നിന്നും റിമാൻഡിൽ കഴിയുകയാണ്. ഞങ്ങൾ നടത്തിയ സമരം രാജ്യത്തെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്, വിദ്യാർത്ഥികൾക്ക് മുന്നിലുണ്ട്, നാടാകെ കാണുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിലും പകൽ സമയം മാധ്യമങ്ങൾ കണ്ട ആൾക്കാർക്ക് അറിയാം എങ്ങനെയാണ് SFI സമരം ഇന്ന് രാജ്യത്തും സംസ്ഥാനത്തും ആകെ പുരോഗമിച്ചതെന്ന്. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ ദിവസങ്ങളോളം നിരാഹാരം കിടന്ന വാർത്തയും നമ്മുടെ രാജ്യത്തുണ്ട്. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ അല്ലെങ്കിൽ എഴുത്തു മാധ്യമങ്ങൾ പലരും ആ സംഭാവനയെ തമസ്കരിക്കുന്നുള്ളത് നാം പ്രത്യേകം കാണേണ്ട കാര്യമാണ്. CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, കേരളത്തിലെയും രാജ്യത്തുമുള്ള ഇടതുപക്ഷ MPമാർ, ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ബൃന്ദാക്കാരാട്ട് ഉടക്കമുള്ളവർ ജന്തർ മന്ദിറിലേക്ക് പോയി അവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നൽകിയ പിന്തുണ എത്രത്തോളമാണെന്ന് അവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് നിങ്ങൾ സംസാരിച്ചാൽ അവർ പറയുന്നതാണ്. ഞാൻ പ്രശസ്തമായൊരു മാധ്യമപ്രവർത്തകരുടെ നിരീക്ഷണം ഞാൻ കണ്ടത്, നിങ്ങൾ ജന്തർ മന്ദിറിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സോനം വാങ്ചുക്കിനെയും അഭിജിത്തിനെയും മാത്രമല്ല, അവിടെ ആശയപ്രബുദ്ധമായ ഒരു ശക്തമായ ഇടതുപക്ഷത്തെ കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും. രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തക നിരീക്ഷണമാണ്. അപ്പോൾ ഇടതുപക്ഷം നിർവഹിക്കുന്ന പങ്ക് ഇടതുപക്ഷം എല്ലാ കാലത്തും രാജ്യത്ത് നിർവഹിക്കുന്നുണ്ട്, അത് തുടർന്നു വരികയാണ്. ഇവിടെ നിങ്ങൾ CJP സമരത്തെ എങ്ങനെയാണ് കണ്ടത്? CJP സമരത്തെ നിങ്ങൾ കാണേണ്ടത് രാജ്യത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ നിലനിൽക്കുന്ന, രാജ്യത്തെ പുതുതലമുറയ്ക്കിടയിൽ നിലനിൽക്കുന്ന വലിയ അസംതൃപ്തിയുടെ പ്രതിഫലനമായിട്ടാണ്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു രാജ്യത്തെ മനുഷ്യർ എങ്ങനെയാണ് ബന്ധിക്കപ്പെടുന്നത്? അതൊരു വിശ്വാസ്യതയിലാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണെന്ന് നമ്മളെല്ലാവരും പറയുമ്പോൾ ഇന്ത്യയെ നാം എങ്ങനെ വിശ്വസിക്കുന്നു? ഇന്ത്യ എന്ന രാജ്യം നമ്മളെ മുറുകെ പിടിക്കുമ്പോഴാണ്. ഇന്ത്യയുടെ ഭരണഘടന ലിഖിതമായൊരു പുസ്തകത്തിൽ ഇരിക്കുമ്പോഴല്ല, ആ ഭരണഘടനയുടെ ആപ്തവാക്യം രാജ്യത്ത് നടപ്പിലാക്കപ്പെടുമ്പോഴാണ് ഭരണഘടന പ്രസക്തമാക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന എല്ലാ ആശയങ്ങളെയും ഇവർ അട്ടിമറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അട്ടിമറിക്കെതിരായ ശക്തമായ പ്രതിരോധമാണ് രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക്. അത് ഞങ്ങളുണ്ട് സാർ, നിങ്ങൾ നോക്ക്, ഞങ്ങളുണ്ട്. അതിൽ ഈ കേരളത്തിലെയും രാജ്യത്തെയും മുഴുവൻ വിദ്യാർത്ഥികളുമുണ്ട്. അതിൽ SFIക്കാരുണ്ട്, രാജ്യത്തെ മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്, മറ്റൊട്ടനേകം വരുന്ന എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു ഐതിഹാസികമായ സമരമാണ്. അതിൽ ഓരോരുത്തരെ അടർത്തി മാറ്റി നിങ്ങൾ പ്രത്യേകമായി അവതരിപ്പിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കാമെന്നുള്ള തന്ത്രം ഈ കാര്യത്തിൽ വിലപ്പോവില്ല എന്ന് അത്രയും കൂട്ടിയാൽ. ശരി, പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നുണ്ടല്ലോ, എന്താണ്? പ്രിയങ്ക ഗാന്ധി സമരസ്ഥലത്തേക്ക് എത്തിയതാണ്. അങ്ങനെ എല്ലാ MPമാരും ഈ രാത്രി എന്ന് പറയുന്നത് സമരമുഖരിതമാണ്, സമരഭരിതമായ ഒരു ദിവസമാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ശ്രീ അലോഷ്യസ് സേവ്യർ, ഇത് ഇന്ത്യൻ രാഷ്ട്രീയ മുഖ്യധാര ആകെ തന്നെ ഏറ്റെടുക്കുന്ന സമരമായി മാറുമോ? കോൺഗ്രസ് കഴിഞ്ഞ ദിവസമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമരത്തിന്റെ ഭാഗമായി മാറി. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് MPമാരുമായല്ല, മറിച്ച് മുഴുവൻ പ്രതിപക്ഷ MPമാരുമായാണ് സമരം നടത്തുന്നത്. അതിൽ CPMന്റെ, CPIയുടെ, തൃണമൂൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന വിഭാഗത്തിന്റെ, അങ്ങനെ പല പാർട്ടികളുടെ ഒരുപാട് നേതാക്കളുണ്ട്, MPമാരുണ്ട്. ഇത് രാജ്യത്തിന്റെ ആകെ സമരമായി മാറുമോ? തീർച്ചയായിട്ടും അഭിലാഷ്, അതിന് മുമ്പ് എനിക്ക് BJPയുടെ പ്രതിനിധിയെ ഒരു കാര്യത്തിൽ എനിക്ക് അപ്രിഷിയേറ്റ് ചെയ്യാനുള്ളത്, അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്തെ സിസ്റ്റം തകരാറിലാണെന്ന് അദ്ദേഹം അറിയാതെ തന്നെ സമ്മതിച്ച് അദ്ദേഹത്തിൻ്റെ വാദപ്രതിവാദങ്ങൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സിസ്റ്റം എന്ന് പറയുന്നത് ആരാണ്? നരേന്ദ്രമോദി തുടങ്ങി അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങി ഇനി താഴെ തട്ടിലുള്ള ആളുകൾ വരെയാണ് ഈ രാജ്യത്തിൻ്റെ സിസ്റ്റം. ആ സിസ്റ്റം തകരാറിലാണെന്ന് BJP പ്രതിനിധി അറിയാതെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കിടയിലൂടെ പറഞ്ഞതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഈ വിഷയത്തിൽ BJP പ്രതിനിധി പറയുന്നത് എന്താണ്? ഇവരുടെ ഒരു നറേഷൻ കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഈ രാജ്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ആളുകളെല്ലാം പല രീതിയിലേക്കുള്ള മുദ്ര കുത്താൻ അല്ലെങ്കിൽ ചാപ്പ് കുത്താനുള്ള ശ്രമം BJPയുടെ ഈ പറയുന്ന സൈബർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ സമരത്തെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഇവർ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, ഇതിൽ ആന്റി സോഷ്യൽ എലമെന്റ്സ് ആണ് ഈ സമരം നയിക്കുന്നത്, അല്ലെങ്കിൽ ഇത് വിദേശ ഫണ്ടിങ് കൊണ്ടാണ് നയിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ എല്ലാം അജണ്ടകളുടെ ഭാഗമായിട്ടാണ് ഈ സമരങ്ങൾ നയിക്കുന്നത്. അന്ന് എത്രയോ നറേഷനുകൾ. അത് ഈ സമരത്തെ മാത്രമല്ല, ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ ഉൾപ്പെടെ ഇത്തരത്തിലേക്കുള്ള പ്രചരണങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. ഇവർ ആദ്യം പറഞ്ഞ എന്താണ്, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി രാഹുൽ ഗാന്ധി എവിടെയാണെന്ന് ചോദിക്കുകയും രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ രാഹുൽ ഗാന്ധി ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും ഈ വിഷയത്തിന്റെ മെറിറ്റുകളെ പറ്റി സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലേക്കുള്ള BJPയുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ തുടരെ ക്യാപ്സ്യൂളുകൾ ഇറങ്ങുകയാണ്. അതെല്ലാം ഈ രാജ്യത്തെ പൊതുസമൂഹം അല്ലെങ്കിൽ സാമാന്യം യുക്തിയുള്ള
ചിന്താശേഷിയുള്ള ആളുകളെല്ലാം അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ സമരത്തിന്റെ തുടക്കം മുതലുള്ള എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJPയുടെ പ്രതിനിധി ഇവിടെ ചോദിക്കുന്നത് കേട്ടു, എവിടെയായിരുന്നു കോൺഗ്രസ് എന്ന് ചോദിക്കുന്നത് കേട്ടു. ഈ വിഷയം മെയ് 3-ാം തീയതി ഈ പേപ്പർ ലീക്കിന്റെ വിഷയം വന്ന അടുത്ത ദിവസം മുതൽ തന്നെ എന്ത് ചെയ്യുന്നു, സജീവമായിട്ടുള്ള സമരത്തിലേക്ക് ഈ പറയുന്ന NSU കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് കിടക്കുന്നുണ്ട്. അതിന് മുൻപും കഴിഞ്ഞ 1.5 വർഷത്തിനങ്ങളായി നിരവധി വിഷയങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇദ്ദേഹം ഇത് കാണുന്നില്ല എന്നതിന്റെ ഉത്തരം SFIയുടെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ, ഇവർ BJP അനുകൂല മാധ്യമങ്ങൾ മാത്രം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ വരുന്ന BJP ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ കൊണ്ട് മാത്രം ഈ രാജ്യത്ത് നടക്കുന്ന സമരങ്ങളെയൊന്നും ഒരിക്കലും അവർക്ക് കാണാൻ അവർക്ക് സാധിക്കത്തില്ല. അപ്പോൾ നിരന്തരമായി ഈ വിഷയത്തിൽ നമ്മൾ ഏറ്റെടുക്കുമ്പോഴും, കോൺഗ്രസ് ഈ വിഷയത്തെ ഏറ്റെടുക്കുമ്പോഴും, ഒരു കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും നിശ്ചയമുണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ CJP നടത്തുന്ന അവരുടെ കോഴ്സിന് പൂർണ്ണ പിന്തുണ കൊടുക്കുമ്പോഴും ആ വിഷയത്തെ അല്ലെങ്കിൽ അവരുടെ സമരത്തെ ഹൈജാക്ക് ചെയ്യപ്പെടരുത്. അവരുടെ സമരം വിദ്യാർത്ഥികളുടെ സമരങ്ങളായി തന്നെ മുന്നോട്ട് പോകുമ്പോഴും പിന്നണിയിൽ അതിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങൾ നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ സമരത്തിനെ മറ്റ് തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പറയുന്ന ഔദ്യോഗികമായി CJPയുടെ പ്രവർത്തകർ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെയോ പിന്തുണ ഇതിനില്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെ വേറൊരു സ്റ്റേജിലേക്ക് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൊണ്ടുപോവുകയാണ്. ഇന്ന് ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ നേതാക്കന്മാരെയും കൂട്ടിക്കൊണ്ട് ഗാന്ധി സ്മൃതി മണ്ഡപത്തിന്റെ അടുത്ത് വലിയ രീതിയിലേക്ക് പ്രതിഷേധവുമായി കടന്നു പോവുകയാണ്. ഇത് രാജ്യത്തെ എല്ലാ സമൂഹത്തിന്റെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മത വർണ്ണ ഭേദമന്യേ എല്ലാ തലമുറയിലും പെട്ട ആളുകളുടെ ആവശ്യമായി. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ശ്രീ അഭിലാഷ്, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന 8-9 വയസ്സുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ധൈര്യമായി വിദ്യാർത്ഥികളെ സമരത്തിലേക്ക് കടത്തിവിടുകയാണ്. കാരണം ഇവർക്കറിയാം, ഈ രാജ്യത്തെ മുഴുവൻ പൊതുസമൂഹത്തും BJP ഒഴികെയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം, നമ്മുടെ ഭാവി വലിയ രീതിയിലേക്കുള്ള പ്രതിസന്ധിയിലാണ്. ഈ നിമിഷവും നമ്മൾ പ്രതികരിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ പ്രതിരോധിച്ചില്ല എങ്കിൽ, നരേന്ദ്രമോദിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയില്ല എങ്കിൽ നമ്മുടെ ഭാവിയെല്ലാം അവതാളത്തിലാകും എന്ന് രാജ്യത്തിന്റെ മുഴുവൻ പൊതുസമൂഹവും BJP ഒഴികെയുള്ള ആളുകൾ ചിന്തിച്ച് ഒരു കൂട്ടായ്മയായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ലക്ഷ്യം നമ്മൾ എത്തിച്ചേരും എന്ന് മാത്രം പറയാൻ കേശു ആഗ്രഹിക്കുകയാണ്. ശ്രീ പ്രമോദ് പുഴങ്കര, നമ്മൾ കാണാത്ത ചില കാഴ്ചകൾ ഈ സമരത്തിൽ കണ്ടു. ഒന്ന്, സ്ത്രീകൾ അവരുടെ മക്കളെയുമായി സമരത്തിൽ വന്നിട്ട് അവർ ആ സമരം നടത്തട്ടെ എന്ന് പറയുന്നത് കണ്ടു. ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് പോലീസിനോട് എന്നെ അടിക്ക്, വീണ്ടും വീണ്ടും അടിക്ക് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഇങ്ങനെ വളരെ മുമ്പ് നമ്മൾ കണ്ടോ കേട്ടോ പരിചയമില്ലാത്ത ഒരുപാട് സമര രംഗങ്ങൾക്ക് വേദിയാവുകയാണ്. ഇതുവരെ ഒരു രാഷ്ട്രീയ സമരത്തിലും പങ്കെടുക്കാത്ത, ഒരു മൂവ്മെന്റിന്റെയും ഭാഗമാകാത്ത, ഒരു ജാഥയ്ക്ക് പോലും പോയിട്ടില്ലാത്ത കുട്ടികളാണ്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളാണ് സമരരംഗത്തേക്ക് വരുന്നത്. അവർ ഈ അടിച്ചമർത്തലിൽ പതറുന്നില്ല. ഈ അടിച്ചമർത്തിയതുകൊണ്ട് അവർ പിരിഞ്ഞു പോകുന്നില്ല. അടികൊണ്ട് ഇനി വേണ്ട എന്ന് വെക്കുന്നില്ല. അതൊരു പുതിയ അനുഭവം കൂടിയാണ്. ഈ സമരം എങ്ങനെ പുരോഗമിക്കാനാണ് സാധ്യത? സമരത്തെ അതിഭീകരമായി അടിച്ചമർത്തുക തന്നെയാണ് ഭരണകൂടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഡൽഹി പോലീസിൻ്റെയും RSSന്റെ സംഘപരിവാറിൻ്റെ ഗുണ്ടകളുടെയും സംയുക്ത സേനയാണല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ സമരം ചെയ്യുന്ന യുവാക്കളെയും വിദ്യാർത്ഥികളെയും ആക്രമിച്ചത്. ഈ പറഞ്ഞ പോലെ വിദ്യാർത്ഥിനികളെ അടക്കം വിദ്യാർത്ഥിനികളെ ലൈംഗികമായി സെക്ഷലി ഹരാസ് ചെയ്യുന്ന തരത്തിലടക്കമുള്ള നിയമവിരുദ്ധമായ ഗുണ്ടാപ്പണിയാണ് ഡൽഹി പോലീസും RSSന്റെ ഗുണ്ടകളും ചേർന്ന് നടത്തിയത്. അപ്പോൾ സമരത്തെ അതും പോരാഞ്ഞിട്ട് ഏതാണ്ട് 40 കമ്പനി നിങ്ങൾ പിന്നെ പറഞ്ഞാൽ മതി. ഇതൊക്കെ ഈ ചർച്ച അലമ്പുന്നതിന്റെ സ്ഥിരം സ്വഭാവമാണ്. ഈ ഗുണ്ടാപ്പണി ചാനൽ 4ലേക്ക് പരിപാടി അവസരത്തിൽ അതൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയട്ടെ. സമ്മതം വേണോ? കഴിഞ്ഞല്ലോ. നിങ്ങളുടെ കയ്യിൽ RSS പ്രവർത്തകർ ഈ സമരത്തിന് അടിച്ചമർത്താൻ വന്നതിന് തെളിവ് നിങ്ങളിലുണ്ടോ? പ്രമോദ് പുഴങ്കര, സംസാരിച്ചാൽ മതി. ഒരു ചർച്ചയ്ക്ക് ജനാധിപത്യപരമായി സംസാരിക്കാൻ പറ്റുന്നെങ്കിൽ ഇറങ്ങി പോകണം. അതായത്
പറയൂ ശ്രീ പ്രമോദ് മുഴങ്ങരയുടെ അവസരം. RSSന്റെയും സംഘപരിവാറിന്റെയും ഗുണ്ടകളും ഡൽഹി പോലീസും ചേർന്നാണ് ജന്തർ മന്ദിറിൽ സമരം ചെയ്യുന്നവരെ ആക്രമിച്ചത്. അത് ഇനിയും പറയുക തന്നെ ചെയ്യും. ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ ഫാഷിസ്റ്റ് ഭരണകൂടം മതത്തിന്റെയും അതിന്റെ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും മുക്തമാകുന്ന രീതിയിൽ ഇന്ത്യയിലെ യുവാക്കളടക്കമുള്ളവർ നടത്തുന്ന സമരത്തിന്റെ ആദ്യ ഘട്ടങ്ങളിലൊന്നാണത്. അതാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതുപോലെ ഈ സമരത്തിലേക്ക് ഒഴുകിയെത്തുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. ഹരിയാനയിലെയും UP-യിലെയും പഞ്ചാബിലെയും എന്തിന് അരുണാചൽ പ്രദേശിൽ നിന്നൊക്കെ അടക്കമുള്ള മനുഷ്യർ ഡൽഹിയിലേക്ക് സ്ത്രീകളും അമ്മമാരും അടക്കമുള്ളവർ നിരവധിയായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തടയുന്നതിനാണ് ഡൽഹിയിലെ കണ്ടില്ലേ 150 കോടിയോളം ഇന്ത്യയിലെ ജനസംഖ്യയുള്ളപ്പോൾ ഏതാണ്ട് 20,000-നും 50,000-നും ഇടയിൽ മനുഷ്യർ ഡൽഹിയിൽ സമരത്തിനെത്തിയപ്പോൾ ഫാഷിസ്റ്റ് ഭരണകൂടം ഒരു കടലാസ് പുലിയെ പോലെയാണ് വിറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകളിലെല്ലാം അടയ്ക്കുന്നു, ഡൽഹിയിലെ ജന്തർ മന്ദിർ പ്രധാന കേന്ദ്രങ്ങളിലേക്കുമുള്ള വഴികളെല്ലാം അടയ്ക്കുന്നു, ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു. ബോംബെയിൽ ആളുകൾക്ക് സന്ദേശം അയക്കുന്നു, നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ഈ ഭരണകൂടം ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഇപ്പോഴല്ല, ഒരു കാലത്തും അധികാരമേറ്റതിന് ശേഷമുള്ള ഒരു ജനകീയ സമരത്തോടും ജനാധിപത്യപരമായ ഭാഷയിൽ സംസാരിക്കാനോ സംവദിക്കാനോ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സാധിച്ചിട്ടില്ല. അത് കർഷക സമരമാകട്ടെ, അത് RSSന്റെയും സംഘപരിവാറിന്റെയും പശു മുതൽ പൗരത്വം വരെയുള്ള വിഷയങ്ങളിലുള്ള ആക്രമണങ്ങൾക്കെതിരായിട്ടുള്ള സമരമാകട്ടെ, അതിനോടെല്ലാം ഇത്തരത്തിലുള്ള ഭരണകൂട അടിച്ചമർത്തലിന്റെ ഭാഷയിലേ അവർക്ക് സംസാരിക്കാനായിട്ടുള്ളൂ. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ സംവിധാനത്തിന് ജനാധിപത്യത്തിന്റെ ഭാഷയിൽ സംസാരിക്കാനല്ല. അതുകൊണ്ടല്ലേ എന്താണ് ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിച്ചുകൊണ്ട് സർക്കാർ ഇപ്പോഴും ഇരിക്കുന്നത്? എന്തിനാണ് ഇത്തരത്തിൽ ഒരു ധാർമ്മിക ബാധ്യതയെങ്കിലും ഏറ്റെടുത്തുകൊണ്ട് ഒരു ഉത്തരവാദിയെ അത് രാജിവെപ്പിക്കാൻ സർക്കാരിന് കഴിയാത്ത കാരണം ഈ ചോദ്യം ധർമ്മേന്ദ്ര പ്രധാനിൽ ഒതുങ്ങി നിൽക്കുന്നില്ലെന്നും ഈ ചോദ്യം നരേന്ദ്രമോദിയിലേക്ക് വരെ എത്തുമെന്നും അറിയുന്നത് കൊണ്ടാണ് ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാളെ അത് ജനാധിപത്യ വിരുദ്ധനായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടത്തിന്റെ തലവനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് എത്തുമെന്നുള്ള ഭയം കൊണ്ടുകൂടിയാണ്, ശരിയായ ഭയം കൊണ്ടുകൂടിയാണ് സംഘപരിവാർ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രശ്നം കൂടി ഇതിലുള്ളത് പറയാം. ഇപ്പോ അഭിലാഷൻ ചോദിച്ച ഒരു കാര്യത്തിന് കൂടി മറുപടി പറയാം. ഈ സമരം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന്. എങ്ങനെ മുന്നോട്ട് പോയാലും ശരി, സമരത്തെ ഒരു പക്ഷേ ഭരണകൂടം കടുത്ത രീതിയിൽ അടിച്ചമർത്തിയേക്കാം. പിന്നെ കൃത്യമായൊരു സംഘടനാ സ്വഭാവമോ ഒരു പ്രത്യയശാസ്ത്ര സ്വഭാവമോ ഇല്ലാത്ത ഒരു തരത്തിൽ ജനസഞ്ചയത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയാവുന്ന പൊളിറ്റിക്സ് ഓഫ് മൾട്ടിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്ന ഒരു ആശയ കൽപ്പനയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന ഒരു സമരത്തിന്റെ ഭാഷയാണിത്. ഇപ്പോൾ പ്രധാന പ്രതിപക്ഷ കക്ഷികളെല്ലാം ഇതിനെ ഏറ്റെടുക്കുക എന്ന വളരെ ഗുണപരമായ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു പക്ഷേ ഇത് കൃത്യമായൊരു സംഘടനാ പ്രത്യയശാസ്ത്ര സ്വഭാവമില്ലാത്തത് കൊണ്ട് താൽക്കാലികമായി ഒതുങ്ങിപ്പോയേക്കാമെങ്കിലും ഈ സമരം നടത്തിയത് ഇന്ത്യയിലെ മോദി സർക്കാരിനെ നിരന്തരമായി ഉലച്ചുകൊണ്ടിരിക്കുന്ന ഭയത്തിന്റെ നിശാവസ്ത്രം അഴിച്ചു കളയുകയാണ് ഇന്ത്യൻ ജനത. ഈ ഫാഷിസ്റ്റ് ഭരണകൂടം ജനങ്ങളെ പുതപ്പിച്ച അതിന്റെ ഭയത്തിന്റെ വസ്ത്രത്തെ കൂടിയാണ് കുടഞ്ഞു കളയുന്നത് എന്നുകൂടിയുണ്ട് ഈ സമരത്തിന്റെ നേട്ടം. ശരി, അജിത് കൃഷ്ണ, നാളെ രാജ്യവ്യാപകമായ സമരത്തിനാണ് CJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ സമരം ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അജിത്തൊക്കെ ഇനിയും സമരത്തിൽ പങ്കെടുക്കുമോ? ഉറപ്പായിട്ടും. ഹലോ, കേൾക്കാം പറഞ്ഞു. ഉറപ്പായിട്ടും സമരത്തിൽ ഇനിയും പങ്കെടുക്കും. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് പേര് ചേർന്ന് പോവാനായിട്ട് ഈ വരുന്ന ഞായറാഴ്ച പോവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ് ആണ്, ഇപ്പൊ BJP അനുകൂലമാണ് എന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, BJP അനുകൂലമാണെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ അക്രമം ഉണ്ടായത്? അവിടെ യൂണിഫോമിലുള്ള പോലീസുകാരല്ലാതെ നോർമൽ ഡ്രസ്സിലുള്ള സിവിൽ ഡ്രസ്സിലുള്ള ആൾക്കാർ വരെ ലാത്തി ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ അടിക്കുന്ന സ്ഥിതി ഉണ്ടായി. പിന്നെ ഇവർ ചെയ്യുന്ന മെയിൻ കാര്യം, ഇപ്പൊ ഡെലീഷ ഇഷ എന്ന് പറയുന്ന രണ്ടാൾക്കാരാണ് നിലവിൽ ചർച്ചയ്ക്ക് വരാറ്. അവര് മത തീവ്രവാദികളാണെന്നും പറഞ്ഞുകൊണ്ട് ജനൻ TV ഉൾപ്പെടെ അവരുടെ വിഷ്വൽ പോസ്റ്ററുകൾ ഇടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പിന്നെ അതപ്പോ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് റിമൂവ് ചെയ്തു. എന്നാൽ പോലും ഇവർക്കെതിരെ മത തീവ്രവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് അവരുടെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ഇതിൽ നുഴഞ്ഞു കയറി എന്ന് പറയുമ്പോൾ
ജൂൺ ആദ്യം നടന്ന പ്രൊട്ടസ്റ്റ്, അതായത് ഏറ്റവും ആദ്യം ജൂൺ തുടക്കത്തില് നടന്ന പ്രൊട്ടസ്റ്റില് അന്ന് SFIയുടെ ഭാഗത്തു നിന്നും അവിടെ നേരിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും അവിടെ ഉണ്ടായിരുന്നു. കാരണം SFIയുടെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ ആദ്യത്തെ ദിവസം ഒരു 10-70 പേരോളം ഉണ്ടായിരുന്നു SFIയുടെ ഭാഗത്തുനിന്ന്. അതിനുശേഷം KSU ആയാലും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള പിന്തുണകളെ ഭയപ്പെടുന്നതുകൊണ്ടാണ് ഇപ്പൊ BJPയുടെ ആള് ഇതിനൊക്കെ എതിർക്കുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല BJP ഏതെങ്കിലും സിറ്റുവേഷൻ ഇതിന് അനുകൂലമാണ് എന്നുള്ളത്. ഇപ്പോ അവർ ഭയപ്പെടുന്നുണ്ട്. ആ ഭയത്തിന്റെ ഭാഗമായിട്ടാണ് അവർ മൗനം പിടിഞ്ഞുകൊണ്ട് ഇപ്പോ പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇനിയും ഈ സമരത്തില് പങ്കാളിത്തം കൂടി തന്നെ വരുള്ളൂ. നമ്മുടെ ആവശ്യം നിറവേറുന്നവരെ നമ്മൾ ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. അതേപോലെ ഈ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന ഒരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും അവിടുത്തെ പോലീസുകാർ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലീസുകാരല്ലാതെ കുറെ പേര് അതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവര് ആദ്യം നെയിം ബാഡ്ജ് ഒന്നും ഇല്ലാത്ത പോലീസുകാരായിരുന്നു. പിന്നെ യൂണിഫോം പോലും ഇല്ലാത്ത താടി നീട്ടി വളർത്തിയ മുടി വളർത്തിയ കുറെ ആൾക്കാർ. അതായത് ഞാൻ അവരുടെ ഇതിനെ കുറ്റം പറഞ്ഞല്ല, അതായത് പോലീസുകാരാകുമ്പോൾ അവരുടേതായ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നുമില്ലാതെ തനി ക്രിമിനൽസ് എന്ന് തോന്നിക്കുന്ന കുറെ ആൾക്കാരാണ് ലാത്തി ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്നത്. ഇത് പോലീസുകാർ അവിടെ ചെക്ക് ചെയ്തിട്ടാണ് എല്ലാവരെയും കയറ്റി വിടുന്നത്. ജന്തർ മന്ദിറിലേക്ക് എല്ലാവരെയും പരിശോധിച്ചതിന് ശേഷം കയറ്റി വിടുന്നോടത്ത് എങ്ങനെ ഇത്തരത്തിലുള്ള ക്രിമിനൽസ് കയറി? ഇവരുടെ സഹായം ഇല്ലാണ്ട് ഇത് കയറില്ലല്ലോ. അപ്പൊ ഏത് തരത്തിലാണ് BJP അനുകൂലമായിട്ട് ഈ സമരത്തിനെ അനുകൂലമായത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, അതാണ് നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയം. ഇതിന്റെ നേരത്തെ എന്താണ് ശ്രീ പ്രമോദ് പുഴക്കര പറഞ്ഞത് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ആ സമരത്തിൽ പങ്കെടുത്ത ആളാണ് പറഞ്ഞത്. നെയിം പ്ലേറ്റ് ഇല്ലാത്ത പോലീസുകാർ മാത്രമല്ല, താടി മുടി നീട്ടി വളർത്തിയ ആളുകൾ, ഗുണ്ടകൾ, ക്രിമിനലുകൾ അവരെ തല്ലിയിട്ടുണ്ട്. ആരാത്? അഭിലാഷ്, എനിക്ക് മറുപടി ഉണ്ട്. പെട്ടെന്ന് പറയണം. ഇവിടെ രണ്ടുപേർക്ക് പെട്ടെന്ന് മറുപടി പറഞ്ഞിട്ട് ഞാൻ വരാം. ഒന്ന്, ശിവപ്രസാദ് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ ഈ സമരത്തിന്റെ പിന്തുണയെ സംബന്ധിച്ച് നോക്കൂ. ചാരുവാലി ഖന്ന എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സോനം വാങ്ചുക്കിന്റെ സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയി. അവിടെ അദ്ദേഹത്തിന് ഇപ്പോൾ 10-20 ദിവസമായിട്ട് ഇവരുടെ ഉൾപ്പെടെ ഐസയുടെ ഒക്കെ ഉൾപ്പെടെയുള്ള കുറച്ച് വിദ്യാർത്ഥികൾ അവിടെ നിരാഹാരം നടക്കുന്നുണ്ട്. ഒരാളുടെ പേര് ആ പ്രയറിനകത്ത് ഡൽഹി കോടതി സമർപ്പിച്ച പ്രയറിനകത്ത് ഒരാളുടെ പേര് അവർ എഴുതി വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. നിങ്ങളെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളെ കൂട്ടാനുള്ള യന്ത്രം മാത്രമായിട്ടാണെന്ന് ഇനിയെങ്കിലും പ്രിയപ്പെട്ട SFI സഖാക്കന്മാർ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. പൂജക്രവളം ചോപ്പാക്കി മാറ്റിയ മാർക്സിസ്റ്റ് അജയപർവ്വങ്ങൾ ആളെ കൂട്ടി മെഷീനാക്കി അവർ മാറ്റിക്കൊണ്ടിരിക്കുക. അത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ അങ്ങനെ അവർ കൺസിഡർ ചെയ്യുന്നേയില്ല. രണ്ടാമതൊരു കാര്യം, കോൺഗ്രസിന്റെ പ്രതിനിധി എന്നെ അഭിനന്ദിച്ചു, സന്തോഷം. ശരിയാണ്, സിസ്റ്റം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. പതിറ്റാണ്ടുകളായിട്ട് നിങ്ങൾ ഭരിച്ച് നശിപ്പിച്ച ഈ രാജ്യത്തെ സിസ്റ്റം സർക്കാർ ശരിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു മിനിറ്റ് അഭിലാഷേ, അച്ഛനും അമ്മയും ധൈര്യപൂർവ്വം സമരം ചെയ്യാൻ വിടുന്നു. അവർക്കറിയാം ഈ രാജ്യം ഭരിക്കുന്നത് ഇന്ദിരാഗാന്ധി അല്ല നരേന്ദ്രമോദിയാണെന്ന്. എങ്ങനെ പോയോ ആ കുട്ടികൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുള്ള വിശ്വാസം അച്ഛനമ്മയ്ക്കുണ്ട്. ഇനി മൂന്നാമതായിട്ട് RSSന്റെ ഗുണ്ടകൾ ഇതിനകത്ത് കയറി എന്ന് പറഞ്ഞുകൊണ്ട് തലച്ചോറ് വാടക കൊടുത്തിട്ട് മനുഷ്യർ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണ് ഉള്ളത്? നിങ്ങളുടെ കയ്യില് ഒരു മിനിറ്റ് അലോഷി, നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത്? നിങ്ങളുടെ കയ്യിൽ ഈ രാജ്യത്ത് കോടതിയില്ലേ? ഇങ്ങനെ RSSന്റെ ഏതെങ്കിലും പ്രവർത്തകര് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ സമരത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നേരിടാൻ വേണ്ടിയിട്ട് പോലീസിന്റെ യൂണിഫോമിലോ അല്ലാതെയോ കടന്നു കയറിയിട്ടുണ്ടോ? നിങ്ങളുടെ അതിന്റെ ഫോട്ടോഗ്രാഫ് ഉണ്ടോ? വെറുതെ വന്നിരുന്നിട്ട് പ്രമോദ് പുഴങ്കര വെറുതെ വന്നിരുന്നിട്ട് RSSലേക്ക് വലിച്ചേക്കേണ്ട യാതൊരു കാര്യം ഇതിനകത്തില്ല. നിങ്ങൾ കോടതിയിൽ കാണിക്കൂ, നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിക്കൂ, മാതൃഭൂമിയിൽ കാണിക്കൂ. നിങ്ങൾ ഏത് RSS നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇറങ്ങി പോകണം. മഹാത്മാഗാന്ധിയെ നേർക്കുനേർ നിന്ന് വെടിയുതിർത്ത് കൊലപ്പെടുത്തിയിട്ട് അതിന് തെളിവ് ചോദിച്ചാൽ അതിശയമുള്ളൂ. ശരി ശരി ശരി, ഓക്കെ. യൂണിഫോം ഇട്ട പോലീസുകാർ ആക്രമിച്ചിട്ടുണ്ട്. യൂണിഫോം ഇടാത്ത പോലീസുകാർ രാഹുൽ ഈശ്വർ എന്താണ് പറയുന്നത്? അല്ല, യൂണിഫോം ഇട്ട പോലീസുകാർ ആക്രമിച്ചിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് ഒക്കെ വളരെ എവിഡന്റ് ആണ്. യൂണിഫോം ഇട്ട പെൺകുട്ടികളെ തെരഞ്ഞുപിടിച്ച് അടിക്കുന്നതിന്റെ വിഷ്വൽസ്. യൂണിഫോം ഇട്ട പോലീസുകാരല്ല രാഹുലിന്റെ ചർച്ചാ വിഷയം. RSS ആക്രമിച്ചത് രാഹുലിന് അഭിപ്രായം ഉണ്ടോ? പ്രമോദ് പുഴങ്കരയുടെ കൂട്ട് വീട്ടിലിരിക്കുമല്ലോ. രാഹുൽ പഞ്ചാബിലല്ലേ? RSS ആക്രമിക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ? ഇതേപോലെ തലച്ചോറ് വാടക കൊടുക്കുന്ന ഈ പ്രമോദ് മേലാൽ BJP പ്രതികളെ ചർച്ചയ്ക്ക് വിളിക്കരുത്. ഞാൻ അയാൾ വളയ്ക്കുന്നതും വന്നില്ല. മാതൃഭൂമി വിളിച്ച പ്രകാരം നിങ്ങൾ വിളിച്ച ചർച്ചയ്ക്ക് വന്നത്. ഇറങ്ങി പോണം ഹേ എന്ന് പറയാൻ അയാൾക്ക് അനുവാദമില്ല.
ഈ നാട്ടില് രാഷ്ട്രീയ ചർച്ച ചെയ്യുമ്പോൾ ഇതേപോലുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കയറി കൂവിളി പോലെ സംസാരിക്കാൻ ആണ് നിങ്ങളുടെ ജനാധിപത്യ ബോധമെങ്കിൽ മാന്യമായി ജനാധിപത്യ മര്യാദയോടുകൂടി ചർച്ചയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആണ് ഒരു ജനാധിപത്യ ചർച്ചയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ അവകാശമുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ശരി. ഇനി തർക്കം വേണ്ട. വളരെ നന്ദി. എല്ലാവർക്കും വളരെ നന്ദി. സൂപ്പർ പ്രേം അവസാനിച്ചു. നമസ്കാരം.